ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമതേ. എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തുകൊള്ളുവാൻ ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. വാസുദേവ ഔവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ആര്? വാസുദേവനോ എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്? വൃഷ്ണികുലാലങ്കാരഭൂതനായി വസുദേവപുത്രനായി ഭക്തവത്സരനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ തന്നെയാകുന്നത് ഇവിടെ ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ടു കൽപ്പിച്ചത്. ആയതുകൊള്ളാം, നല്ല ശിക്ഷ വഴി പോലെ ബോധിക്കൂ. ഇത്ര രക്ഷാസാമർഥ്യം ഉണ്ടായിട്ട് തന്തിരിവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ എന്നല്ലോ ഇവിടെ പറഞ്ഞത്. ഭേദഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് ഭക്തവത്സരനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണന്റെ പരമഭക്തന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ അരക്കില്ലം ദഹിച്ചതിന്റെ ശേഷം വിദുരരാൽ നയിക്കപ്പെട്ട മാർഗത്തിങ്കലൂടെ ഏകചക്രാഗ്രാമത്തെ പ്രാപിച്ച് വേത്രഗീയനാകുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ ഗൃഹത്തിങ്കൽ ബ്രാഹ്മണ വേഷപ്രച്ഛന്നന്മാരായിട്ട് അധിവസിക്കുന്ന കാലത്തിങ്കൽ ഒരു ദിവസം രാത്രി സമയത്തിങ്കൽ ആഗതന്മാരായിരിക്കുന്ന ബ്രാഹ്മണർ പറഞ്ഞ് പാഞ്ചാലി സ്വയംവര വൃത്താന്തത്തെ അറിഞ്ഞ് സ്വയംവരോത്സവ കുതുകികളായിട്ട് അവരോടൊന്നിച്ചു പുറപ്പെട്ട് പാഞ്ചാല രാജധാനിയെ പ്രാപിച്ച സമയത്തിങ്കൽ പാഞ്ചാല രാജധാനിയിൽ ദൃഷ്ടദ്യുമ്നന്റെ അവസ്ഥയാകട്ടെ. പാഞ്ചാല ഭൂപാലസുതോ മഹാത്മാ സംജോതിതാസ്താദജിര തദാനി പഞ്ചേഷു വേഷാൻ നൃപതീനശേഷാൻ മഞ്ജേഷു സന്ദേശിതവാൻ യഥാർഹം. പാഞ്ചാല ഭൂപാലസുത ആ സമയത്തിങ്കൽ പാഞ്ചാല ഭൂപാലസുതൻ ആ സമയത്തിങ്കൽ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തിങ്കലാണ് ആണെങ്കിൽ അത് ഞാൻ പറയാം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ വരേണ്ടായത്. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ. മുഖങ്ങൾ ഓരോന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് ഇതുവരെ ഉണ്ടായതൊന്നും മനസ്സിലായിട്ടില്ല. ഇനി പറയാൻ പോണത് മനസ്സിലാകുമോ എന്ന് അറിയാനായിട്ടാണ് ഇരിക്കുന്നത്. തുടങ്ങിയപ്പോൾ വലിയ ഉത്സാഹമായിട്ടായിരുന്നിരുന്ന എല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പോൾ മുഖം മാറി തുടങ്ങി. ഇത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് തുടങ്ങണമെങ്കിൽ ഇങ്ങനെ ചില സമ്പ്രദായങ്ങളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതങ്ങനെ ഒരു വൈഷമ്യം ഉണ്ട്. ഇനിയിപ്പോൾ പറയാൻ പോണത് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായ എൻ്റെ ഭാഗ്യം അത്ര വിചാരിച്ചാൽ മതി. ഏത് സമയത്തെങ്കിലാണ് എന്നാണെങ്കിൽ ഞാൻ പറയാം. ആ പാഞ്ചാല മഹാരാജാവ് തൻ്റെ പുത്രിയായിട്ടുള്ള പാഞ്ചാലിയുടെ സ്വയംവരം അത് വീരപരീക്ഷയായിട്ട് അങ്ങനെ നിശ്ചയിച്ചു. ഇപ്പോഴേ വരാൻ സമയമായിട്ടുള്ളൂ. അത്ര വൈകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ അടുത്തുള്ള ആളാണ്. എന്നാലും വേണ്ടില്ല, തുടങ്ങി കുറച്ച് കഴിഞ്ഞാലേ വരുള്ളൂ. അങ്ങനെ എന്താ വിഷമില്ല. പറഞ്ഞ് പകുതിയാവുമ്പോൾ വന്ന് എന്താ കേൾക്കണേ എന്താന്ന് മനസ്സിലാവില്ലേ. കുറച്ച് കഴിയുമ്പോൾ പകുതിയായിട്ട് വന്ന് എന്താ പറഞ്ഞാൽ മനസ്സിലായില്ലല്ലോ
പറഞ്ഞാൽ ഞാൻ അധികം പറയണം. ഒരു തവണ പറയാന്ന് വെച്ചാൽ തന്നെ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അവിടെ ഇരുന്നോളെ, താൻ എങ്ങോട്ട് പോകണ്ട, അവിടെ സ്ഥലമുണ്ട്, അവിടെ ഇരിക്കാം. എന്തിനാ ഈ എടുത്തോണ്ട് പോണേ പോകല്ലോ വീട്ടിലേക്ക്? ശരി, ഇതെന്താ അവിടെ ഇങ്ങനെ നിൽക്കണം? ഇവിടെ സ്ഥലമില്ല, ഇവിടെ ഇരുന്നൂടെ? അവിടെ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ട്, സുഖമായിട്ടിരിക്കാം. കുറച്ച് കഴിഞ്ഞാൽ കാര്യം കഴിക്കുക. അതുകൊണ്ടാണ് ഈ പറയുന്നത്. മുഴുവൻ നേരം നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, മുഴുവൻ നേരം നിൽക്കണം വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. എന്നാലും ആ പാഞ്ചാല മഹാരാജാവ് പുത്രിയുടെ സ്വയംവരം വീരപരീക്ഷയായിട്ട് അങ്ങനെ നിശ്ചയിച്ചു. എന്താടോ, എന്താ താപ്പ പറയണ്ടായത്? തന്നോടായി ചോദിക്കണേ, താനേ എന്താ പറയേണ്ടായതെന്ന്. അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാളോടാണ് ചോദിക്കണമെന്നുള്ള ഭാവം തന്നെ ഇല്ല. ചിരിക്കാനല്ല പറഞ്ഞു. താൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. താൻ എന്താ പറഞ്ഞതെന്ന്? എന്താ പറഞ്ഞതെന്ന്? പാഞ്ചാല മഹാരാജാവ് പുത്രിയുടെ സ്വയംവരം വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചു. സ്വയംവരം പരീക്ഷയായിട്ടോ? ആ, സ്വയംവരം എന്ന് പറഞ്ഞ വിവാഹല്ലേ? സ്വയംവരം എന്ന് പറഞ്ഞ വിവാഹമല്ലാണ്ട് വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചോദിക്കണം ഞാൻ. അപ്പൊ വിവാഹത്തിന് പരീക്ഷയോ? ഞാൻ കേട്ടില്ല. ഓ, വിവാഹത്തിന് പരീക്ഷ എന്ന് കേട്ടപ്പോ തന്നെ ചാടിപ്പപ്പെടുന്ന ആളുകൾ. അതുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടില്ല, എന്നിട്ട് പോയാൽ മതി. വിവാഹത്തിന് പരീക്ഷ ഞാൻ കേട്ടില്ല. എന്താ വേറൊരു വിധം? അടുത്ത ആള് പുറപ്പെട്ടിട്ടുണ്ട്. വിവാഹത്തിന്റെ പരീക്ഷ എന്ന് കേട്ടോ, ഒരിക്കൽ എഴുതിയ ആളാണ്. ഇനി എഴുതണ്ടെന്ന് പറഞ്ഞിട്ട് എണീപ്പിച്ചു വിട്ടതാണ് എനിക്ക് തോന്നുന്നത്. വിവാഹത്തിന്റെ പരീക്ഷയ്ക്ക് വേറൊരു വിധം കാര്യങ്ങൾക്ക് അപ്പൊ പരീക്ഷ വേണമെന്നായിട്ടുണ്ട്. എന്തിനു വേണമെങ്കിലും പരീക്ഷ, ഇടയ്ക്കിടയ്ക്കില്ല പരീക്ഷ. അത് ഇന്ന കാര്യത്തിനൊന്നുമില്ല, എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമുക്ക് പരീക്ഷ. അത് അധികവും ഇവരോടൊക്കെ ചോദിച്ചാൽ അറിയാം. കുട്ടികളോട് ഈ വിദ്യാഭ്യാസ കാലത്താണ് പരീക്ഷകൾ അധികം ഉള്ളത്. ഇടയ്ക്കിടയ്ക്കുണ്ടാവും പരീക്ഷകൾ. ഇപ്പൊ വലിയ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് പരീക്ഷ ഇല്ലാണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലേ? വലിയ താമസം ആദ്യം തുടങ്ങാറായിട്ടുണ്ട്. വിദ്യാഭ്യാസം പഠിക്കാനായിട്ട് പുറപ്പെട്ടാൽ അപ്പൊ തുടങ്ങുക ഈ പരീക്ഷകൾ. എപ്പോൾ ചോദിച്ചാലും പരീക്ഷ. അതെന്തിനാ പരീക്ഷിക്കണമെന്ന് അത് പരീക്ഷിക്കണമെന്നും അറിയില്ല, അതിന് പോകണമെന്നും അറിയില്ല. പരീക്ഷ ഇടയ്ക്കിടയ്ക്കുണ്ട്, അത്ര തന്നെയുണ്ട്. അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോന്ന് അതറിയില്ല. പരീക്ഷ ഉണ്ടായതായാലും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് പരീക്ഷകൾ. എന്നാൽ ഈ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞാൽ അവിടം കൊണ്ട് ഈ പരീക്ഷകൾ കഴിയുന്നു. ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടല്ലേ? വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞാൽ അവിടെ പരീക്ഷകളൊക്കെ കഴിയുന്നല്ലേ പറഞ്ഞേ? വെറുതെ പറയുന്നതാട്ടോ. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും പരീക്ഷകൾ. എന്തെങ്കിലും പ്രവൃത്തി കിട്ടണമെങ്കിൽ. ഞാൻ വിദ്യാഭ്യാസം ചെയ്യണം എന്തിനാ? എന്തെങ്കിലും പ്രവൃത്തി കിട്ടി അതുകൊണ്ട് കഴിച്ചു കൂട്ടണം വിചാരിച്ചിട്ടാണ് വിദ്യാഭ്യാസം ചെയ്യാൻ പോണത്. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അതുകൊണ്ട് എന്തെങ്കിലും പണി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുണ്ട് പരീക്ഷകൾ. അതിന് പ്രത്യേകം പരീക്ഷ, പണി കിട്ടാനുള്ള പരീക്ഷകൾ. ആ പരീക്ഷ ഒക്കെ എഴുതി അതിൽ ജയിച്ചാൽ ആ ജയിച്ചവർക്ക് എല്ലാവർക്കും പണി കിട്ടുന്നു. അങ്ങനെ വെക്കണ്ട. ആ പണി കിട്ടാനുള്ള പരീക്ഷ എഴുതി ജയിച്ചാൽ ഭാഗ്യമുള്ളവന് പണി കിട്ടും, അല്ലാത്തവന് പണി കിട്ടും. അത്ര തന്നെ. അധികവും രണ്ടാമത് പറഞ്ഞ പോലെ ഉണ്ടാവാറ്. വെറുതെ പറയില്ല, വേണമെങ്കിൽ ചോദിച്ചോളൂ. ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും അനുഭവമുള്ള ആളുകൾ. പ്രവൃത്തി കിട്ടാനുള്ള പരീക്ഷ എഴുതിയിട്ട് അത് കിട്ടാത്ത ആളുകൾ. അവരെത്ര അനുമതി ആളുകളുണ്ടെന്നാ വെച്ചേക്കണേ? പരീക്ഷ ഒക്കെ ജയിച്ചിട്ടുണ്ട്, പ്രവൃത്തിയൊന്നുമില്ല. ഇടയ്ക്ക് ചില സമരം ചെയ്യലൊക്കെ പതിവുണ്ടവരല്ലേ പ്രവൃത്തി കിട്ടാനായിട്ടേ. അപ്പോൾ കുറച്ച് കാലമായിട്ട് കേൾക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് സ്വന്തം ഇടയ്ക്ക്. അങ്ങനെയാണ്. ഇപ്പം എന്തിനു വേണമെങ്കിലും പരീക്ഷ എന്നുള്ളൊരു കാലമാണ്. ആ കൂട്ടത്തിലൊന്നും താൻ പറഞ്ഞ പോലെ ഒരു പരീക്ഷ ഞാൻ കേട്ടിട്ടില്ല. വിവാഹത്തിന് പരീക്ഷ എന്ന് ഒരാളും ഇതിനു മുമ്പ് വിവാഹത്തിന്റെ പരീക്ഷ എന്ന് കേട്ടപ്പോഴാണ് യുവാക്കളൊക്കെ ഉത്സാഹമായിട്ട് പുറപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ കേൾക്കാണ്ടിരിക്കില്ല. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ ഞാനിപ്പോ എങ്ങനെയുള്ള പുറപ്പാടാ? ഇവിടെ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ നിൽപ്പ് കണ്ട എപ്പോഴാ പോകണ്ടേന്ന് ആലോചിച്ചിട്ടാ നിൽക്കണത്. എങ്ങനെയുള്ള പുറപ്പാടപ്പോ? ഒന്നി ഒരു പരീക്ഷ ഉണ്ട്, അതിന് പോവാ. പരീക്ഷ എഴുതാൻ പറ്റിയ പ്രായമാണ്, വിരോധമില്ല. ആ അവിടെ പരീക്ഷ ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അവിടെയാ പരീക്ഷ അനുസരിച്ചിട്ട് അങ്ങോട്ട് പോയി. അവിടെയാണെന്ന് അപ്പൊ കേട്ടോ എങ്ങടാ പോണത്. അയാളെ നോക്കട്ടെ, താനിപ്പോ എങ്ങടാ പോണേ? ഒന്ന് എനിക്ക് വിവാഹത്തിനൊരു പരീക്ഷ ഉണ്ട്, അതിന് പോവാ. വിവാഹം പരീക്ഷിക്കാൻ പോവാ. തരക്കേടൊന്നുമില്ല, അതിന് പറ്റിയ പ്രായമാണ്.
വിവാഹം പരീക്ഷിക്കാൻ പറ്റിയ പ്രായമാണ്. പുറപ്പെട്ടോളാം, സംശയിക്കണ്ട, കൂടാ. വിവാഹത്തിൻ്റെ പരീക്ഷയ്ക്ക് പോകുന്ന ആള് ഞാൻ കേട്ടിട്ടില്ല. അതല്ലാണ്ട് പിന്നെ ഉണ്ടാവാലോ. അത് മാത്രമല്ല, പിന്നെ വീട് വന്നേക്കുന്നതാണാവോ? താനേ എവിടെ നിന്നുള്ള വരവാ? എവിടെന്നാ ഇപ്പൊ വരുന്നത്? ഞാൻ ഇവിടെ അടുത്ത് വരുമെന്ന് വന്നതാ. ഇങ്ങോട്ട് വന്നതല്ലേ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ഒരു വിവാഹത്തിന്റെ പരീക്ഷ ഉണ്ടെന്ന് കേട്ടു, അതിന് വേണ്ടി വന്നതാ. വിവാഹത്തിന്റെ പരീക്ഷയ്ക്ക് ഒറ്റയ്ക്കല്ല, കൂടെ ആളിലെന്ന് പറയാ ആളെ കൂട്ടിയുണ്ട്. ഞാൻ കേട്ടില്ല. വിവാഹത്തിന്റെ പരീക്ഷയ്ക്ക് വരുന്ന ആള്, വിവാഹത്തിന്റെ പരീക്ഷ കഴിഞ്ഞ് പോണ ആൾ, ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു കേട്ടില്ല. അതല്ലാണ്ട് പിന്നെ കേൾക്കാം. എന്തൊരു ഇവിടെ ആള് ധാരാളം കൂടിയുണ്ടല്ലോ. ഞാനിവിടെ വരുമ്പോ ഒരാളും ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇപ്പൊ നോക്കുമ്പോ അനവധി ആളെ കാണുന്നതേ. ഇവരൊക്കെ എന്തിനു വന്നേക്കണ ആളാ? ഇവിടെ വിവാഹത്തിന്റെ പരീക്ഷ ഉണ്ട്, അതിന് വന്നേക്കണ ആളാ അവരൊക്കെ. ഇത്ര അനവധി ആളിലും മറ്റും വിവാഹത്തിന്റെ പരീക്ഷയ്ക്ക് വന്നേക്കണ. അതാ അപ്പോഴും വന്നോണ്ടിരിക്കേണ്ട ആള്. ഇവിടെ സ്ഥലം ഇല്ലാഞ്ഞിട്ടേ ആളൊക്കെ അവിടെ പോയി കൂടിയൊക്കെ വിവാഹത്തിന്റെ പരീക്ഷയ്ക്ക് വന്നേക്കണല്ലോ. ഇത്ര അനുമതിയാണല്ലോ വിവാഹം പരീക്ഷിക്കാനായിട്ട്. വരുന്നു അനുമതിക്കാൻ വന്നോണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നും തലയിൽ ഇനി നരയ്ക്കാൻ ഒരു മുടി ബാക്കിയില്ല. എന്നാലും വിവാഹത്തിന്റെ പരീക്ഷ എന്ന് കേട്ടപ്പോൾ ഉത്സാഹമായിട്ട് ചാടി പുറപ്പെട്ടേക്ക. കൂടെ ഉണ്ടല്ലേ? ആ ഭാഗത്ത് മുഴുവൻ തല വരച്ചാണല്ല. ഇവിടെ എന്താ നടക്കണേന്ന് മനസ്സിലായിട്ടാണോ ഇരിക്കണേവും? വിവാഹത്തിന്റെ പരീക്ഷയ്ക്ക് വരാൻ പറ്റിയ ആളല്ല. അങ്ങനെയുള്ള ആളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നില്ല. അല്ല, വിവാഹം പൂർണ്ണന് വിരോധമൊന്നുമില്ലോ, പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ളൂ, വേറെ വിരോധമൊന്നുമില്ല. കൂടെ വന്നേക്കണ അവളൊക്കെ ആവാം. ഏകദേശം അതിന് പറ്റിയ പ്രായമാണേനും വിവാഹം പരീക്ഷിക്കാൻ പറ്റിയ പ്രായമാണ്. കണ്ട വിരോധമൊന്നുമില്ല. ഈ എന്താ അത് പിടിച്ചോണ്ടിരിക്കുന്നത്? ഒരു വേറെ ആളുണ്ടോ നീ? അങ്ങനെയുണ്ടേ. ഇവിടെ ഇല്ലാത്ത ആളിൽ അതുവഴി പരീക്ഷ എഴുതുക, അങ്ങനെയുള്ള കാലാപ്പോ. അവിടെ ഉണ്ട്. കുന്തം പിടിച്ചോണ്ടിരിക്കണാണല്ലോ എഴുതല്ലാ നിൽക്കലും. ആളൊരിക്കൽ പരീക്ഷന്റെ ഫലമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പരീക്ഷ ഫലം ഉണ്ടാകുമെന്ന് സംശയിക്കണ്ട ചേട്ടാ. ശിവ ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ആളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അയ്യോ, ആരാ ഇവരൊക്കെ ഇവിടെ പിടിച്ചു കൊണ്ടിരുത്തിയാവോ? ഇവിടെ എന്താ നടക്കണേന്ന് വല്ലതും മനസ്സിലായിട്ടാണോ ഇരിക്കണത്? അങ്ങനെയൊന്നുമില്ലേ. കുട്ടികളാവുമ്പോ എന്തിനായാലും ഉത്സാഹം അപ്പം മുമ്പിൽ തന്നെ ഉണ്ടാവും. ഇവിടെ വിവാഹത്തിന്റെ പരീക്ഷ നടക്കണത്, അതിനൊരു പ്രായമൊക്കെ ഉണ്ട്. ഈ പ്രായത്തിലൊന്നും തരാവില്ല. കുറച്ചു കാലം കൂടെ കഴിയണം, എന്നാലേ നേരെ ഉള്ളൂ. അവിടെ ഇരിക്കണമെന്ന് വിരോധമില്ല, പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുണ്ട്. വിവാഹത്തിന്റെ പരീക്ഷയ്ക്ക് വന്നേക്കണ ആള് ഏതോ പരീക്ഷ എഴുതാൻ പോകുന്ന ആളാന്ന് തോന്നുന്നുണ്ട്. കേട്ടിട്ടില്ല അങ്ങനെയൊന്നും. വിവാഹത്തിന്റെ പരീക്ഷയ്ക്ക് പോകുന്ന ആള്, വിവാഹത്തിന്റെ പരീക്ഷയ്ക്ക് വന്നേക്കണ ആള്, ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എന്താ ഈ പാഞ്ചാല മഹാരാജാവ് പുത്രിയുടെ സ്വയംവരം പരീക്ഷയായിട്ട് നിശ്ചയിക്കാൻ കാരണം എന്താ എന്നാണെങ്കിൽ അതിന് കാരണം ഉണ്ടല്ലോ. വേറൊന്നുമല്ല, പാഞ്ചാല മഹാരാജാവ് അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് മോഹിച്ച് ഉണ്ടായ പുത്രിയാണ് ഈ പാഞ്ചാലി. എന്താ പറഞ്ഞേ? ഈ പറയണത് മുഴുവൻ അപകടമായിട്ടോ താൻ പറയണേ. തന്നെ കണ്ടാത്ര അപകടമാണെന്ന് തോന്നില്ല. ഉള്ള കാര്യം പറയാലോ. കണ്ട മഹായോഗ്യനാണെന്നാ തോന്നുന്നത്. പറയണ കേട്ടാൽ മുഴുവൻ അപകടമായിട്ടേ പറയുള്ളൂ. അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ടൊരു പുത്രി ഉണ്ടാവേ. ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ചില സമ്പ്രദായമൊന്നും. പുത്രി ഉണ്ടാവണതിന് മുമ്പ് തന്നെ ആർക്കാ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടതെന്ന് നിശ്ചയിച്ചിട്ട് പുത്രി ഉണ്ടാവുക. ഞാൻ കേട്ടിട്ടില്ല അങ്ങനെയൊന്നും ചില സമ്പ്രദായം. അങ്ങനെ അല്ലാണ്ട് പലരും പതിവുണ്ട്. ആ പുത്രി ഉണ്ടായി, പുത്രിക്ക് ബാല്യം, കൗമാരം, യൗവനം, വിവാഹത്തിനുള്ള പ്രായമായ അച്ഛനമ്മമാർ ഉത്സാഹിച്ച് പുറപ്പെടാറുണ്ട്. അത് അധികവും അമ്മമാർ തന്നെയാണ് ഉത്സാഹിക്കുക. അവർക്കാണല്ലോ പുത്രിമാർക്ക് വിവാഹപ്രായമായി കണ്ടാൽ അവർക്ക് ഉത്സാഹം ഉണ്ടാവുക. അവര് അവിടെ ഭർത്താക്കന്മാരുടെ അടുത്ത് അവിടെ വന്ന്
അതെ, അപ്പോഴേ വിളിക്കണ കേട്ട ഒരാളെ വിളിക്കണ ചായൊന്നുമില്ലോ. അപ്പോഴേ ഒക്കെ വിളിക്കണ കേട്ടാൽ എന്തോ ചില സാധനത്തിനെ വിളിക്കാന്നാ തോന്നുക. സ്വതേ ഈ ഭാര്യമാര് ഭർത്താക്കന്മാരെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണത്. ഇങ്ങനെ എന്തെങ്കിലും ചില ശബ്ദങ്ങളാ വിളിക്കുക. ഈ വിളിക്കണതിന്റെ ഉദ്ദേശം എന്താ? വിളി കേൾക്കണ ആൾക്ക് മനസ്സിലാവുക, അതാണല്ലോ. അതെ വിളിച്ച അപ്പ ഭർത്താവ് എന്താ അപ്പ വിളിക്കില്ലേ, അല്ലാണ്ട് അപ്പോഴേ വിളിക്കുക എപ്പോഴാ ചോദിക്കാറില്ലേ? ഓ എന്താണെന്നോ ചോദിക്കുക. സാധാരണയാണെങ്കിൽ പിന്നെ മിണ്ടില്ലല്ലോ. സ്വതേ ഇങ്ങനെ എന്തെങ്കിലും ചില ശബ്ദങ്ങളാ പ്രയോഗിക്കുക. അല്ലാണ്ട് ഒരു ഭാര്യയും വളരെ ഇഷ്ടമുള്ള ഭർത്താവാണെന്ന് നിശ്ചയിച്ച് ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് ഭർത്താവേ വിളിക്കാറില്ലേ? ഇങ്ങനെ എന്തെങ്കിലും ചെറുതാണ് പതിവ്. ഇപ്പൊ മുഴുവൻ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അപ്പൊ അതിന് ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. ഇപ്പൊ പേര് വിളിച്ചാൽ കേമായി, പേര് വിളിക്കണതാ കേമെന്നാ വെച്ചിട്ടുണ്ട്. ചിലപ്പോ അവിടെ നിന്നും കിടക്കും. സ്നേഹം വല്ലാണ്ട് അങ്ങോട്ട് കൂടുകൂടെ എടാ വിളിക്കോ വരണ്ടാ വിളി കേട്ടണ്ട്, വിളി കേട്ടാ പിന്നെ അവിടെ നിൽക്കാൻ പറ്റുക, അപ്പൊ ഓടും. ഇങ്ങനെ വിളിക്കേണ്ട സമ്പ്രദായം എങ്ങനെയാ? എന്നാലും സ്വതേ ഇങ്ങനെ എന്തെങ്കിലും ചില ശബ്ദങ്ങളൊക്കെയാണ് പതിവ്. അവിടെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? എന്താ ആലോചിക്കണേ? ഇവളുടെ കാര്യം എന്തെങ്കിലും ഒന്നും ആലോചിക്കണ്ടേ? വല്ലാണ്ട് ഗോഷ്ഠികൾ ഓരോന്നും കാണിക്കണ്ട. ഇതാ കണ്ടില്ല, മുൻപിൽ തന്നെ ഇരിക്കണം. അതുകൊണ്ട് എനിക്ക് കാണേ ഏകദേശം വിവാഹത്തിനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്. സാമാന്യം പോലെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുക ഭേദം. ഇനി ഇന്നത്തെ കാല ആരെങ്കിലും ഒരാളെങ്കിലും കൊണ്ടിട്ടേ ഇതാണ് എൻ്റെ അവൻ കേട്ടോ എന്ന് പറഞ്ഞാൽ അതാണ്, അത്ര തന്നെ ഉള്ളൂ. അപ്പം അതിന് മുമ്പ് സാമാന്യം പോലെ ആരെങ്കിലും ഒരാളെ അന്വേഷിക്കാവും ഭേദം. എന്നാ ഞാൻ അന്വേഷിക്കാം പറഞ്ഞ് അയക്ക് പരിചയമുള്ള ആളുണ്ടാവുമല്ലോ. അയക്ക് പരിചയമുള്ള ആളെ കണ്ടാൽ ആരിവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ ആയിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോഴേ ഞാൻ കണ്ടുള്ളൂ. ഏതായാലും നന്നായി തന്നെ കണ്ടത്. തന്നെ കണ്ടിട്ട് ആവശ്യമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, എനിക്ക് ഒരു പുത്രിയുണ്ട്. ഏകദേശം വിവാഹത്തിലുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്. പുത്രിയെ കണ്ടപ്പോൾ വലിയ തിരക്കെടുത്തില്ല. എന്നെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എൻ്റെ പുത്രിയാ. അപ്പോ അതിന് പാകത്തിന് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുമോ? താനെങ്ങനെയാ? താനാവുമ്പോ അനവധി വിവാഹം നടത്തി പരിചയമുള്ള ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ടായി ചോദിക്കണേ. ഒന്ന് അന്വേഷിക്കുമോ? എങ്ങനെയാ? ഓ ഇല്ല പറഞ്ഞ് ഇങ്ങനെ ആ പുത്രിമാർക്ക് വിവാഹപ്രായം ആയാൽ അച്ഛനമ്മമാർ ഉത്സാഹിച്ച് പുറപ്പെടാറുണ്ട്. അതല്ലാതെ കണ്ട് ഒരാളും ആരെങ്കിലും ഒരാളെ കാണുമ്പോ അവനെ കണ്ടാവില്ല, തിരക്കിടൊന്നുമില്ല. അവന്റെ ഇരിപ്പും മീശയും ഒക്കെ കേമായിട്ട് കഴിഞ്ഞ തൊപ്പിയൊന്നും മാറ്റി തലയിൽ വെച്ചേക്കണ്ടേ ഇത് മാറ്റാൻ പറഞ്ഞ അവിടെ വെച്ചോണ്ടി അത് മാറ്റേ മുടി തരക്കേടില്ല. മുടി സാമാന്യം പോലെ ഉണ്ട്. അതേ മുടി ഇല്ലാത്ത ആളാണ് ഈ സാധനം വെച്ചോണ്ട് നടക്കി. തരക്കേടില്ല. ഇവന് കൊടുക്കാനായിട്ട് എനിക്കൊരു പുത്രി ഉണ്ടാവണം. ഒരാൾ മോഹിക്കാറില്ല. ഇനിയിപ്പോ അഥവാ ആരെങ്കിലും അങ്ങനെ മോഹിച്ചാൽ തന്നെ അയാള് മോഹിച്ച് അയാൾക്ക് പുത്രി ഉണ്ടായി ആ പുത്രിക്ക് വിവാഹപ്രായം ആവുമ്പോഴേക്കും നേരത്തെ കണ്ടവന്റെ കാര്യം മൂക്കും വായും കൂടെ കൂടിക്കാഴ്ച എന്നുള്ള നിൽക്കുന്നുണ്ടാവും. വായിലെ പല്ലൊക്കെ പോയിട്ട് പിന്നെ അത് തലേന്ന് മാറ്റണ്ട, മുടിയൊക്കെ പോയിണ്ടാവും. അത്രയോ അങ്ങനെ ഒരാൾ മോഹിക്കുന്നതില്ല. പിന്നെ എന്താ ഈ പാഞ്ചാല മഹാരാജാവിന് അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ടൊരു പുത്രി ഉണ്ടാവണം എന്ന് തോന്നാൻ കാരണം എന്താ? ഞാൻ പറയാം. അപ്പൊ അങ്ങനെ അധികം ആളുകളൊക്കെ ഒന്നും അറിയാത്തൊരു കഥയാണത്. ഇതുവരെ പറഞ്ഞ പോലെയല്ല, കുറച്ച് കാര്യമായിട്ടുള്ളൊരു കഥയാണ്. അത് എങ്ങനെയാ വെച്ചാൽ പണ്ട് ദ്രോണാചാര്യരുടെ അപമാനത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുകയുണ്ടായിട്ടുള്ള ആളാണ് ഈ അർജുനനും. ഈ ദ്രോണനും ദ്രുപദനും പാഞ്ചാലനും ഒരുമിച്ചാണ് വിദ്യാഭ്യാസം ഉണ്ടായിട്ടുള്ളത്. ഒരു ഗുരുവിന്റെ കീഴിൽ അങ്ങനെയാണ് വിദ്യാഭ്യസിച്ച് കഴിയുന്നത്. അങ്ങനെ കഴിയുന്ന കാലത്ത് ഈ ദ്രോണന്റെ ഇനത്ത് ദാരിദ്ര്യം കലച്ചില്ല, ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല, അങ്ങനെ കഴിച്ചു കൂട്ടുന്നത്. അങ്ങനെ കഴിയുന്ന കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ദ്രോണൻ ഈ കഥ ദ്രുപദനോട് പറയാറുണ്ട്. രാജകുമാരനാണല്ലോ, അപ്പോൾ ഇല്ലാത്ത ദാരിദ്ര്യത്തിന്റെ കഥ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഒരിക്കൽ ഈ ദ്രുപദൻ പറഞ്ഞു, അല്ലേ ദ്രോണൻ, എന്താ അങ്ങയുടെ വൈഷമ്യം? ദാരിദ്ര്യല്ലേ? അങ്ങ് വിഷമിക്കണ്ട.
ഈ വിദ്യാഭ്യാസം അങ്ങോട്ട് കഴിഞ്ഞ് രാജ്യത്തിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനാ രാജാവ്. ഞാൻ രാജാവായി കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷമം ഉണ്ടാവും. ഭരണം അങ്ങോട്ട് കിട്ടേണ്ട താമസം എല്ലാം ശരിക്കും. ദ്രുപദൻ, അതെ അതെ അതെ, ഇതിപ്പോ എല്ലാവരും പറയണതാ. എന്ത് ഭരണം അങ്ങോട്ട് കിട്ടാൻ വേണ്ടു പിന്നെ എല്ലാം ശരിയാവുന്നു. എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു തന്നാണല്ല. ഒരുവിധം എല്ലാം ശരിയായിട്ടുണ്ട്. എന്നാൽ ഒന്നും ശരിയാവണില്ല എന്ന് പറയാൻ പറ്റില്ല. ശരിയാവുന്നുണ്ട്. എന്ത് അവരുടെ കാര്യം അതൊക്കെ ശരിയാവുന്നുണ്ട്. ആളുകളുടെ കാര്യം ചിലപ്പോൾ കുറച്ച് പെരുങ്ങലാവുന്നുണ്ട്. ഒരാളൊന്നും വെക്കണ്ട കേട്ടോ, എല്ലാവരുടെയും കഥ അങ്ങനെ തന്നെയാണ്. ഭരണം അങ്ങോട്ട് കിട്ടുന്ന വലിയ വ്യത്യസ്തയാ. ആ സമയമായാൽ കൊണ്ട് വന്നു കൊടുക്കും. ഇതിന്റെ താമസമില്ല, അതേ വന്നു കൊടുക്കാനായിട്ടുണ്ട്. ഇങ്ങോട്ട് തരണം, എനിക്ക് തരണം, ഞാൻ എടുക്കും എന്നൊക്കെ പറഞ്ഞു വന്നു കൊടുക്കും. അത് വന്നു കഴിഞ്ഞ് ഇവിടെ നിന്ന് പറഞ്ഞ് അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. പിന്നെ കണ്ട നിങ്ങളൊക്കെ ആരാ ചോദിച്ചു. അങ്ങനെയാണ് തെരഞ്ഞെടുത്ത് പറഞ്ഞയക്കുമ്പോഴത്തെ ഒരു വിഷമയാണത്. അങ്ങനെ ഒരു വിഷമയുണ്ട്. ഇനിയിപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെയൊക്കെ പറയണമെന്നല്ലാണ്ട് ഞാനിപ്പോൾ അത് അത്ര കണക്കാക്കണമൊന്നുമില്ല. ഇത് അങ്ങനെ ആരെങ്കിലും ഒരാളല്ല പറയണത്, ദ്രുപദനാ പറയണത്. ഞാൻ രാജ്യത്തിങ്ങൾ ചെന്ന് രാജാവായി കഴിഞ്ഞാൽ ആധിരാജ്യത്തിന്റെ പകുതി ഞാൻ അങ്ങേക്ക് അങ്ങോട്ട് തരും, എന്നാ പോരെ എന്ന് പഠിക്കുന്ന കാലത്ത് പറയുണ്ടായിരുന്നു. ദ്രോണനത് അത്ര കണക്കാക്കിയൊന്നുമില്ല. രണ്ടാളിലും വിദ്യാഭ്യാസം കഴിഞ്ഞു, അവരവരുടെ സങ്കേതങ്ങളിലേക്ക് പോയി. ദ്രുപദൻ പാഞ്ചാല രാജ്യത്തിങ്കിൽ ചെന്ന് അവിടെ പാഞ്ചാല മഹാരാജാവായിട്ട് അവിടെ കഴിഞ്ഞു. ദ്രോണനാണെങ്കിലും തിരിച്ചുകൂടെ ഇല്ലത്ത് വന്നു വലിയ താമസമില്ലാതെ കൊണ്ടൊരു വേളി വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് വലിയ താമസമില്ല ഒരു ഉണ്ണി ഉണ്ടായി, ഒരു പുത്രൻ. ഒരു ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല കേട്ടോ. എന്നാ അതങ്ങനെ വരുള്ളൂ. ദാരിദ്ര്യമുള്ള സ്ഥലമാണോ അവിടെ സന്തതിക്ക് ക്ഷാമം ഉണ്ടാവില്ല. വെറുതെ പറയല്ലേ, എവിടെ വേണമെങ്കിൽ നോക്കിക്കോളൂ. ദാരിദ്ര്യമുള്ള സ്ഥലത്ത് സന്തതിക്ക് ക്ഷാമം വരില്ല. ഇവിടെ ഈ പുത്രന് ഭക്ഷണം കൊടുക്കാൻ പോലും ഇല്ല, അങ്ങനെ കഴിച്ചു കൂടണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയോട് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, താനും മഹാരാജാവും ഒരുമിച്ച് വിദ്യാഭ്യാസം ചെയ്ത് കഴിയുന്ന കാലത്ത് അദ്ദേഹം ആധിരാജ്യത്തിൻ്റെ പകുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നാൽ, അങ്ങനല്ലേ പറയാറ്, അന്നും മഹാരാജാവും ഒരുമിച്ചാണ് വിദ്യാഭ്യാസം ചെയ്യേണ്ടായിട്ടുള്ളത്. അങ്ങനെ വിദ്യ അഭ്യസിച്ച് കഴിയുന്ന കാലത്ത് ആധിരാജ്യത്തിൻ്റെ പകുതി തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. അതെ, അദ്ദേഹമല്ലേ രാജാവ്, ഒന്ന് അവിടെ വരെ ഒന്ന് ചെന്ന് അദ്ദേഹത്തിനൊന്ന് കാണരുതേ, അത് വേണോ? അന്ന് അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞു എന്നല്ലാണ്ട് ഇന്നിപ്പോൾ അതിനെ അടിസ്ഥാനാക്കി പുറപ്പെട്ടാൽ അത്ര നേരെയാവുമെന്ന് എനിക്ക് തോന്നണില്ല. അതല്ല, രാജ്യമൊന്നും വേണമെന്ന് ഞാൻ പറയണില്ല. ഒന്നുമില്ലെങ്കിൽ അങ്ങൊരു ബ്രാഹ്മണനല്ലേ, അവിടെ വരെ ഒന്ന് ചെന്ന് അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു പശുദാനെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല. പശുവിനെ കിട്ടി അതിൻ്റെ പാല് കറന്നിട്ടാണെങ്കിലും ഇവിടെ ഉണ്ണിക്ക് കൊടുക്കാലോ, അത് വിചാരിച്ച് പറയോ, ഒന്ന് അവിടെ വരെ ഒന്ന് ചെന്ന് അദ്ദേഹത്തിനെ ഒന്ന് കാണരുതേ, പോണോ വേണമെന്നാണ് ഞാൻ പറയാ. പോയി നോക്കാം പറഞ്ഞ ഭാര്യയുടെ നിർബന്ധം അനുസരിച്ച് അവിടുന്ന് പുറപ്പെട്ടു. അവിടുന്ന് പുറപ്പെട്ട് ഈ പാഞ്ചാല രാജധാനിയിൽ ചെന്ന് അവിടെ അന്വേഷിച്ചു, മഹാരാജാവ് എവിടെ ഇരിക്കണമെന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ എഴുന്നിലാമാളികയുടെ മുകളിലാണ് എന്ന് മനസ്സിലായി. കേട്ടപ്പോൾ എന്നാൽ അങ്ങോട്ട് പോവാ എന്ന് നിശ്ചയിച്ച് അങ്ങോട്ടുള്ള മപ്പാളയോ അത് ഈ ദ്രുപദൻ ദൂരേന്ന് അങ്ങനെ കണ്ടു. ദ്രോണന്റെ വരവ് കണ്ടപ്പോഴാ ഓർമ്മശക്തി സമ്മതിക്കാണ്ടൊന്നും തരില്ല. വരവ് കണ്ടാൽ തന്നെ അറിയാം രാജ്യം ചോദിക്കാനുള്ള വരവ് തന്നെയാണ്. എന്താ വേണ്ടേ, ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, വാക്ക് കൊടുത്തിട്ടുള്ളതാ. നല്ല കുറെ കാലം മുമ്പ് പറഞ്ഞ് എത്ര കാലം വരെ തോർത്തിരുന്നൂലേ. എന്താ വേണ്ടേ, കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ എന്ന് നിശ്ചയിച്ച് വേഗം കാവൽക്കാരുണ്ട് അവിടെ താഴെ. കാവൽക്കാരെ വിളിച്ച്, കാവൽക്കാരെ അവിടെ ഇങ്ങനെ വെറുതെ നിന്നോണ്ടായില്ല. ഇവിടെ ഇപ്പോൾ പലരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഉണ്ടാകണ്ടില്ലേ, ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്, ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാന്ന് മാത്രം നിശ്ചയില്ല. അങ്ങനെയായാലും നേരെയാവില്ല. ഇത് എൻ്റെ കൽപ്പന ഇല്ലാണ്ട് ഒരാളെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങോട്ട് കടത്തിവിടുന്നതാണ് ഞാൻ പറഞ്ഞേക്കാം. കാവൽക്കാരൊക്കെ പറഞ്ഞേപ്പിച്ചു. ദ്രോണം ഇത് വല്ലതും അറിയുന്നുണ്ടോ? അദ്ദേഹം അവിടെ മാളികയുടെ അടുത്ത് ചെന്ന് അവിടെ മുകളിലേക്ക് കടന്നു പോകാനുള്ള സഹായം. മുകളിലേക്ക് കടന്നു പോകണം കണ്ടപ്പോൾ കാവൽക്കാർ തന്നോട് ചോദിക്കണം എങ്ങനാ പോണേന്ന്. മഹാരാജാവിന് മുഖം കാണിക്കാനായിട്ട് ഇപ്പൊ പോകാൻ പറ്റില്ല, ഒരാളെ അങ്ങോട്ട് കടത്തിവിടണ്ടെന്നാ മഹാരാജാവിന്റെ കൽപ്പന. എന്നായോ അത് കേട്ടപ്പോ ദ്രോണനും മഹാരാജാവിന് ഇപ്പൊ സാധാരണ ആരെങ്കിലും ഒക്കെ ചെല്ലണേ കുഴപ്പമുണ്ടാവുള്ളൂ.
ഞാനും മഹാരാജാവും തമ്മിലുള്ള ബന്ധം ഈ കാവൽക്കാരൻ അറിയില്ലല്ലോ. ഞാൻ നിശ്ചയിച്ച് ഈ കാവൽക്കാര് പറഞ്ഞത് കേൾക്കാതെ കണ്ട് മുകളിലേക്ക് കടന്നു പോകാനുള്ള ഒരു സഹായം അത് കണ്ടപ്പോൾ കാവൽക്കാർക്ക് സുഖമില്ല. സ്വതേ തന്നെ കാവൽക്കാരെന്ന് പറഞ്ഞാൽ വേഗം ദേഷ്യം വരുന്ന ആളാണ്. അപ്പോ പറഞ്ഞാൽ കേൾക്കാണ്ട് പറഞ്ഞു എന്നോടല്ലേ പറഞ്ഞ പോയിരുന്നത് കഴുത്തിന് പിടിച്ച് ഒരു തള്ള് പ്രതീക്ഷിക്കാണ്ട് കഴുത്തിന് പിടിച്ച് തള്ളിയത്. അത് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ആ പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് പിടിച്ച് തള്ളിയ സമയത്ത് ചടപെട്ടത് കവന്നടിച്ച് അവിടെ ഇങ്ങോട്ട് വീഴുമല്ലോ. കുറച്ച് നേരത്തേക്ക് ബോധം തന്നെ ഉണ്ടായിരുന്നില്ല. ബോധം വന്ന് അവിടുന്ന് പടച്ച് എണ്ണീറ്റ് നോക്കിയപ്പോഴാണ് കയ്യൊക്കെ ഒടിഞ്ഞേക്കണു. അതൊക്കെ എങ്ങനെയായോ എന്താ വേണ്ടേ? ആ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, എണ്ണീറ്റ് നടക്കുക തന്നെ നിശ്ചയിച്ച് അവിടെ നിന്ന് എണ്ണീറ്റ് നടക്കാൻ പുറപ്പെട്ടപ്പോഴാ കയ്യിന് മാത്രല്ല കാലിനും ഉണ്ടായിണ്ട്. ഓ ഓ ഓ ചെത്താവുണ്ട്. ഇതൊക്കെ ഇനി നേരെയായിട്ടൊരു കാലം ഉണ്ടാവുമോ? ഇതാ ഇതിൻ്റെ ഒക്കെ ഒരു അവസ്ഥ കണ്ടില്ല. ഇവൻ സ്വതം ഇങ്ങോട്ട് പോകണ്ടവനാ. അവൻ്റെ പോക്ക് ഇപ്പോ ഇങ്ങടാ നല്ല ഭാഗമില്ല. ഒരു കൈ സാമാന്യം പോലെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കൈ കൊണ്ട് ഈ കൈപ്പത്തിയെ ഒന്ന് പിടിച്ചു ഉയർത്തായിരുന്നു. എന്താ കൈപ്പത്തിന് തന്നെ ഉയരില്ല എന്ന് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ആരുടെങ്കിലും ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ തന്നെ ഉയരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്ന് സഹായിക്കണം വെച്ചാൽ ഇവിടെ ഇപ്പൊ ആരാ സഹായിക്കണ്ടേ? ഇവനാ ഇടതനി. അതിനാണെങ്കിൽ നല്ല ബലവും ഇടതിൻ്റെ ബലവും വലതിൻ്റെ തറച്ച്. അങ്ങനെയാണ് അപ്പോഴത്തെ ഒരു സമ്പ്രദായം. അങ്ങനെയുള്ളൂ. രണ്ടും കൂടെ ഇപ്പൊ നല്ല പറയും. വേണ്ടേ എന്നാൽ ഇവൻ കുറച്ചും കൂടെ അങ്ങോട്ട് പോയെങ്കിൽ ഒരു കാര്യം നടന്നേനെ. എന്ത് ശൗചം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് വേണ്ടി വരുമെന്ന് അതറിയില്ല. ഏതായാലും അത്രയില്ല. അവൻ ഇത്രയുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പോവില്ല. ഇതൊക്കെ ഇത് നേരെയായിട്ടൊരു കാലം ഉണ്ടാവും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആവശ്യമില്ലാത്തതിന് ചാടി പുറപ്പെടാൻ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങോട്ട് ദേഷ്യം എടുത്തുകൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹം പോയിട്ട് വരേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടേ. അങ്ങനെ വന്നിട്ടും അദ്ദേഹത്തിനെ തിരിച്ചിങ്ങോട്ട് കാണാണ്ട് വന്നപ്പോ അവിടെ ഇരുന്നോണ്ട് നോക്കണുണ്ട്. പോയിട്ട് ഇങ്ങോട്ട് വരേണ്ട സമയമായിട്ടുണ്ടല്ലോ. ഇത് കാണുന്നില്ല. ആ രാജധാനിയിൽ ചെന്ന് അവിടുത്തെ സുഖങ്ങളൊക്കെ അങ്ങോട്ട് ആയപ്പോ ഇവിടുത്തെ കാര്യം മറന്നുണ്ടാവോ? അയ്യോ പറഞ്ഞയച്ചതാവും വിചാരിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അല്ല 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 വരുന്നുണ്ട് വരുന്നുണ്ട്. ഓ ഞാൻ ഇവിടുത്തെ കഥ മറന്നാ ഞാൻ വിചാരിച്ചത്. വരുന്നുണ്ട്. ഏതായാലും ഇവിടുന്ന് പോയ പോലെ അല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്. ആ കാര്യങ്ങളൊക്കെ എന്തോ ബന്ധമില്ലാതെ ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ ഒരു വൈഷമ്യം ഉണ്ടായിരുന്നില്ല. എന്താ ഉണ്ടായോ? ഇപ്പൊ ദാനം കിട്ടിയ പശു വല്ല ചവിട്ടോ തൊഴിയൊക്കെ ഉള്ളതായിരുന്നാവും. ഇങ്ങനെയുള്ള ദാനം ചെയ്യുമ്പോൾ നല്ലതിനെ കൊടുക്കില്ല, കൊള്ളില്ലാത്തതിനെ പിടിച്ചു കൊടുക്കുക. അത് വല്ല ചവിട്ടിയെ തുണിക്ക് എന്താ ഉണ്ടായാവോ? വേഗം അവിടെ ചെന്നാ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തിനാ ആവശ്യമില്ലാണ്ട് അതിനെ പിടിച്ചു വലിക്കാനൊക്കെ പോയത്? അവിടെ എവിടെയെങ്കിലും കെട്ടിട്ടിട്ട് ഇവിടെ വന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ അവര് വന്ന് കൊണ്ടിരില്ലേ? എന്തിന്റെ കഥ ഈ പറയണേ? അല്ല ദാനം കിട്ടിയ പശു ചവിട്ടിയെ തുണിക്കിയ കയ്യിലും കാലിലും ഒക്കെ എന്താ ഉണ്ടായത്? ദോനം കിട്ടിയ പശു അതൊന്നും അല്ല ഉണ്ടായത്. ഞാൻ അവിടെ ചെന്നിട്ട് എന്നെ കാണാൻ പോലും കൂട്ടാക്കാണ്ട് അപമാനിച്ചിട്ട് പറഞ്ഞിരിക്കണ്ടായി. അപ്പൊ അന്നല്ലേ പറഞ്ഞത് അദ്ദേഹം ആധിരാജ്യത്തിന്റെ പകുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ? അതെ. എന്നിട്ടിപ്പോ പറഞ്ഞ പോലെയാണോ അദ്ദേഹം ചെയ്യേണ്ടായത്? ആണോ എന്ന് ചോദിച്ചാൽ മുഴുവനങ്ങടെ അല്ല എന്ന് പറയാൻ പറ്റില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? ആധിരാജ്യത്തിന്റെ പകുതി തരാമെന്നാ. ആധിരാജ്യത്തിന്റെ ആദ്യത്തെ പകുതി എന്താ? ആധി അതെനിക്കിപ്പോ തന്നൂല്ലോ. കയ്യും കാലൊക്കെ ഒടിച്ചു വിട്ടുണ്ടല്ലോ. പിന്നത്തെ പകുതി രാജ്യം അത് അദ്ദേഹം എടുക്കുന്നു. ആദ്യത്തെ പകുതി എനിക്ക് തന്നിട്ട് രണ്ടാമത്തെ പകുതി അദ്ദേഹം എടുത്തിട്ട് തന്നെ ഉള്ളൂ. അപ്പൊ മുഴുവൻ പറഞ്ഞ പോലെ അല്ല ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. അതെ ഏതായാലും ഇതിന് ഒരു പ്രതികാരം ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് അന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചതാ. അങ്ങനെ കഴിയണ കാലത്താണ് കൗരവന്മാരെയും പാണ്ഡവന്മാരെയും ആയുധാഭ്യാസം ചെയ്യിക്കാനായിട്ട് കൗരവസഭയില് അവിടെ പോവേണ്ടായി. ഹസ്തിനാപുരിയില് പോവേണ്ടായി ദ്രോണരെ. അവിടെ ചെന്ന് ആയുധാഭ്യാസമൊക്കെ കഴിഞ്ഞ സമയത്ത് ശിഷ്യന്മാരെല്ലാവരും കൂടെ വന്ന് ചോദിച്ചു, ഗുരുദക്ഷിണ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അത് കേട്ട സമയത്ത് ദ്രോണാചാര്യ പറഞ്ഞു, ശിഷ്യന്മാരെ
വേറെ ഒന്നുമല്ല വേണ്ടത്. ആ പാഞ്ചാല രാജധാനിയിൽ ചെന്ന് പാഞ്ചാല മഹാരാജാവിനെ പിടിച്ചു കെട്ടി എന്റെ കാൽക്കൽ കൊണ്ടിടുക, അതാണ് വേണ്ടതെന്നല്ലോ. ഓ അങ്ങനെ ആവാം എന്ന് പറഞ്ഞ് ശിഷ്യന്മാര് പറഞ്ഞു. ആദ്യം പുറപ്പെട്ടത് കൗരവന്മാരാ. ദുര്യോധനൻ, ദുശാസനൻ, ദുർജയൻ, ദുർമുഖൻ തുടങ്ങിയിട്ടുള്ള ആള് അവരാണ് ആദ്യം പുറപ്പെട്ടത്. അവരൊന്നും പുറപ്പെട്ടത് അവരെ കൊണ്ട് ഒരാളെ കൊണ്ടും പാഞ്ചാല മഹാരാജാവിനെ ജയിക്കാൻ പറ്റിയില്ല. പിന്നെ പുറപ്പെടേണ്ടായ ആൾ അർജുനനാ. അർജുനൻ പുറപ്പെട്ടു എന്ന് തന്നെയല്ല, ആ പാഞ്ചാല രാജധാനിയിൽ ചെന്ന് പാഞ്ചാല മഹാരാജാവിനെ ജയിച്ച് പിടിച്ചു കെട്ടി ദ്രോണാചാര്യരുടെ കാൽക്കൽ കൊണ്ടു കിട്ടുമല്ലോ. കാൽക്കല് ഈ ദ്രുപദനെ ഇങ്ങോട്ട് കണ്ടതോടുകൂടി പഴയ കഥ ഇങ്ങോട്ട് ഓർമ്മ വന്നു. ദ്രുപദൻ, ഇതെന്ത് കഥ? ഞാൻ അന്ന് അവിടെ വന്ന സമയത്ത് എന്നെ കാണാൻ പോലും കൂട്ടാക്കാണ്ട് അപമാനിച്ചിട്ട് പറഞ്ഞിരിക്കല്ലേ ഉണ്ടായത് അല്ലേ? ഇത് ചോദിച്ചു എന്ന് തന്നെയല്ല, ദേഷ്യത്തിന്റെ ശക്തി കൊണ്ട് ചവിട്ടാനായിട്ട് കാലം ഇങ്ങോട്ട് പൊക്കിലോ. ചവിട്ടാനായിട്ട് കാല് പൊക്കണം കണ്ടപ്പോ അപ്പ ഊരി അർജുനൻ വാള് പറയണുള്ളിന്ന്. അർജുനൻ വാള് ഊരിനെ കണ്ടപ്പോഴാ, അർജുന നീ എന്തിനുള്ള പുറപ്പാടാ? എന്തോ സാഹസം പ്രവർത്തിക്കാനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അങ്ങയുടെ കാല് വെട്ടാൻ. അർജുന നീ എന്റെ കാല് വെട്ട്. ഞാൻ നിന്റെ ഗുരുനാഥനല്ലേ, ഗുരുനാഥന്റെ കാല് വെട്ടാമോ? വെട്ടാം. ഗുരുനാഥന്മാരുടെ കയ്യും കാലും ഒക്കെ വെട്ടണ കാലാപ്പഴേ. അർജുന നീ എന്തിനാ ഈ സാഹസം പ്രവർത്തിക്കുന്നത്? അങ്ങല്ലേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എത്ര തെറ്റ് ചെയ്ത ആളായാലും വേണ്ടില്ല, കാൽക്കൽ വന്ന് വീണാൽ പിന്നെ അയാളെ ഒന്നും ചെയ്യരുത്. അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ പാഞ്ചാല മഹാരാജാവിന്റെ അവസ്ഥ എന്താ? അങ്ങയുടെ കാൽക്കൽ വന്ന് കിടക്കുക അല്ലേ? മാത്രമല്ല പിടിച്ചു കെട്ടി കൊണ്ടിട്ടില്ല. അദ്ദേഹത്തിനെ ചവിട്ടിയാൽ ആ ചവിട്ട് കൊള്ളാമെന്നല്ലാതെ കണ്ട് അദ്ദേഹത്തിന് യാതൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റില്ല. അപ്പോ അദ്ദേഹത്തിനെ ഇവിടെ പിടിച്ചു കെട്ടി കൊണ്ടിട്ടേക്കുന്നത് ഞാനാ. അപ്പോ അദ്ദേഹത്തിനെ ചവിട്ടിയാൽ അത് എന്നെ ചവിട്ടണേന്നൊന്നുമില്ല. ഞാൻ ക്ഷത്രിയനായിട്ടുള്ള ആളാ, അപമാനം ഞാൻ സഹിക്കില്ല. അങ്ങ് ചവിട്ടിയാൽ കാല് ഞാൻ വെട്ടും, കണക്കാക്കിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് കേട്ടപ്പോ ദ്രോണാചാര്യർക്കും ചവിട്ടാനായിട്ട് ഓങ്ങിയ കാല അറിയാണ്ട പിന്നോട്ട് വിളിച്ചു. മാത്രമല്ല വളരെ സന്തോഷമായി അദ്ദേഹത്തിന്. എന്താ, ശിഷ്യനാണെങ്കിലും വേണ്ടില്ല, താനിപ്പോ ഈ ദേഷ്യത്തിന്റെ ശക്തി കൊണ്ട് തെറ്റ് പ്രവർത്തിച്ചേനെ. ശിഷ്യനാണെങ്കിലും അർജുനനാണ് തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടായത്. വളരെ സന്തോഷമായി. എന്താ, ഇപ്പോഴത്തെ ഗുരുനാഥന്മാരുടെ പോലെയല്ല. ഇപ്പോഴത്തെ ഗുരുനാഥന്മാരുടെ സമ്പ്രദായം അറിയാലോ. ശിഷ്യൻ എന്തെങ്കിലും ഒന്നും ഇങ്ങോട്ട് ചോദിച്ചാൽ ഓ അവൻ അത്രയും ചോദിക്കാറായി എന്നോടല്ലേ, അപ്പൊ തുടങ്ങും ഉപദ്രവിക്കാൻ. അങ്ങനെയല്ല ഉണ്ടായത്. വളരെ സന്തോഷമായി, കയമായിട്ട് അനുഗ്രഹിക്കാൻ ചെയ്തു. അതിനാ അങ്ങനെ തന്നെയാ വേണ്ടത്. ഗുരുനാഥനായാലും വേണ്ടില്ല, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുക തന്നെയാ വേണ്ടത്. വിജയീഭവ വിജയീഭവ, കേമായിട്ട് അനുഗ്രഹവും. അങ്ങനെ ഈ ദ്രോണാചാര്യരുടെ അപമാനത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച സമയത്ത് ഈ പാഞ്ചാലന് തോന്നിയൊരു മോഹ എന്ത്, ഈ അർജുനൻ തൻ്റെ പുത്രനായിരുന്നെങ്കിലോ എന്ന്. അതിനിപ്പോ നടക്കില്ലോ, അർജുനന്റെ ജന്മം കഴിഞ്ഞേക്കും. അപ്പോ പുത്രിയുടെ ഭർത്താവിനെ പുത്രനെ പോലെ കണക്കാക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ടൊരു പുത്രി ഉണ്ടാവണം എന്ന് മോഹിച്ച് യാഗം ചെയ്ത് അങ്ങനെ ഉണ്ടായ പുത്രിയാണ് ഈ പാഞ്ചാലി. ആ പാഞ്ചാലിയുടെ വിവാഹമാണ് ഇപ്പൊ വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചത്. താൻ പറഞ്ഞ് അവസാനം വന്നപ്പോൾ അത് അപകടമായി. താനല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കാനുണ്ടായ കന്യകയാണ് പാഞ്ചാലിന്ന്? അതെ, അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കാനുണ്ടായതാണെങ്കിൽ അർജുനൻ അങ്ങോട്ട് കൊടുത്താൽ പോരെ. ആവശ്യമില്ലാണ്ട് ഈ പരീക്ഷ നടത്തിയ ആളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? അത് പാഞ്ചാല മഹാരാജാവ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്ത് ഇപ്പോഴത്തെ പരീക്ഷകളുടെ ഒരു സമ്പ്രദായം. ഇപ്പോഴത്തെ പരീക്ഷകൾ അങ്ങനെയാണല്ലോ. പരീക്ഷ നടത്തുന്നതിന് മുമ്പ് തന്നെ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് നേരത്തെ അവരുടെ ചില ആളുകളുണ്ടാവുമല്ലോ, അവർക്കാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ കേമായിട്ട് പരീക്ഷ നടത്തും. അങ്ങനെ ഇനി ആയിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ടാവും പാഞ്ചാല മഹാരാജാവ് അല്ലേ. അർജുനെ കൊടുക്കുള്ളൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും കൊടുക്കണമല്ലോ, ഒരു പരീക്ഷ ആയിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. എന്നാണെങ്കിൽ അതല്ല, പിന്നെയോ ഈ അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിർത്തിയില്ലാണ്ട് എന്നാണല്ലേ ഈ പാണ്ഡവന്മാര് മുഴുവൻ ദുര്യോധനാദികൾ ഉണ്ടാക്കിയിട്ടുള്ള അരക്കില്ലത്തിൽ കിടന്ന് ദഹിച്ചുപോയി എന്നുള്ള കഥ ലോകം മുഴുവൻ വ്യാപിച്ചല്ലോ. വാസ്തവത്തിൽ അവർക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അവരൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടേനു. അവര് ചില ബ്രാഹ്മണരുടെ വേഷമൊക്കെ ധരിച്ച് അങ്ങനെ കഴിയുന്നുണ്ട്. പക്ഷേ ആളുകളൊന്നും ഇത് മനസ്സിലാക്കിയിട്ടില്ല. ആളൊക്കെ വിചാരിച്ചേക്കുന്നത് പാണ്ഡവന്മാര് ദഹിച്ചു പോയിന്നാ. ആ കൂട്ടത്തിൽ പാഞ്ചാല മഹാരാജാവും കേട്ടു ഈ കഥ. അത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിനും കഷ്ടേ, എന്താ വേണ്ടേ, ഇത് അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് മോഹിച്ചിട്ടാണ് ഈ പാഞ്ചാലി ഉണ്ടാവുകയുണ്ടായത്.
ഇപ്പൊ അർജുനൻ ഇപ്പൊ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല, സിദ്ധി കൂടിയല്ലോ. പക്ഷേ അർജുനൻ സിദ്ധി കൂടിയിച്ചിട്ട് പുത്രിയുടെ വിവാഹം നടത്താണ്ടിരിക്കാൻ പറ്റും? അതേതായാലും ഇല്ല. എന്നാൽ അർജുനൻ എന്ന് പറഞ്ഞാൽ വീരാഗ്രസരനായിട്ടുള്ള ആളാണ്, മഹാവീരനായിട്ടുള്ള ആളാണ് അർജുനൻ. അങ്ങനെയുള്ള അർജുനന് കൊടുക്കാനുണ്ടായ കന്യകയെ ആർക്കെങ്കിലും ഒരാൾക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റും? അർജുനന് കൊടുക്കാനുണ്ടായ കന്യക മാറ്റിയാൽ പിടിച്ചു കൊടുക്കാത്ത അവസ്ഥയല്ല. നോക്കൂ, ആ ഇരിക്കണ കണ്ടാ അറിയാം ഒരു മാറ്റിയാനാണ്. ഇങ്ങോട്ട് നോക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടാ റിപ്പോർട്ട് നോക്കിയിട്ട് കുറച്ച് നേരമായി അവിടെ ഇരിക്കും. കണ്ടാൽ തന്നെ അറിയാം ഒരു മാറ്റാനാണ് നീ. അങ്ങനെയുള്ള ഒരാൾക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റും? അതേതായാലും ഇല്ല. വീരനായിട്ടുള്ള ഒരാൾക്കേ കൊടുക്കുള്ളൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. എന്നാൽ ഇതിപ്പോ എങ്ങനെയാ അറിയ വീരനാണോ? പാഞ്ചാലി അർജുനരിയായിട്ടുള്ള കന്യകയാ. പാഞ്ചാലിയെ കിട്ടുന്നു വന്നാൽ ഒരാളും പറയില്ല വീരനല്ല എന്ന്. വെളിക്ക് ഇപ്പൊ കേൾപ്പിച്ചു തരാം. കേൾക്കുന്നുണ്ടോ? പറയുന്ന കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നുണ്ടോന്ന് ഞാൻ കാണുന്നുണ്ട്. ഇത് വല്ലതും മനസ്സിലാവുണ്ടോന്ന് ശരിയാ. ഉത്സാഹമായിട്ട് ഏതായാലും മുമ്പിൽ തന്നെ ഉണ്ട്, ഉറക്കന്മാരുണ്ട്. ഏതായാലും തന്നെ കണ്ടത് നന്നായി. തനിക്ക് ഉപകാരമുള്ളൊരു കാര്യമാണ് നീ പറയാൻ പോണത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ അടുത്ത് ഒരു കന്യകയുണ്ട്, സുന്ദരിയായിട്ടുള്ള കന്യകയാണ്. പ്രായം എത്രയായാലും കന്യകാന്ന് കേൾക്കുമ്പോൾ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, താല്പര്യമുള്ള ആളാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്. അർജുനന് കൊടുക്കാനുണ്ടായ കന്യക കേട്ടോ. അർജുനൻ സിദ്ധി കൂടിയില്ല, അപ്പൊ അർജുനന് വിവാഹം വെച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാനൊന്നാ വിചാരിക്കണേ, എനിക്കങ്ങോട്ട് തരാമെന്ന് വിചാരിക്കുക. എന്താ? പക്ഷെ ഒരു വൈഷമ്യമുണ്ട്. വീരനെ കൊടുക്കുള്ളൂ കന്യകയെന്നാ പറഞ്ഞേക്കണ്ടേ. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. പ്രായം എത്രയായാലോ ഇപ്പോഴും എങ്ങനെയാ? പരാക്രമമൊക്കെ ഉണ്ടോ? നല്ല കാലത്തുണ്ടായിരുന്നത് എനിക്കറിയാം. അപ്പൊ പ്രായം എത്ര ആയോണ്ട് ചോദിക്കുക. പ്രായമായാലും അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. വായിലൊരു പല്ലില്ല, എന്നാലും വേണ്ടില്ല വീരനാന്നാ പറയണതേ. അപ്പോ പാഞ്ചാലിയെ കിട്ടുന്നു വന്ന ഒരാളും വീരനല്ല എന്ന് പറയില്ല. അപ്പൊ ചോദിക്കാൻ പുറപ്പെട്ടാൽ മനസ്സിലാവില്ല എന്ന് ഉറച്ചു. എന്നാൽ വീരപരീക്ഷയാവുമ്പോ തനിക്ക് തന്റെ കണ്ണിന്റെ മുമ്പിൽ കാണാലോ എന്ന് നിശ്ചയിച്ചിട്ടാണ് ആ പാഞ്ചാലിയുടെ വിവാഹം വീരപരീക്ഷയായിട്ട് നിശ്ചയിക്കേണ്ടായത്. അങ്ങനെ നിശ്ചയിച്ചു എന്ന് തന്നെയല്ല, ലോകത്തിങ്കലുള്ള രാജാക്കന്മാരെ മുഴുവൻ അങ്ങോട്ട് ക്ഷണിക്കാൻ വേണ്ടിയുള്ളൂ. സകല രാജാക്കന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണിക്കേണ്ടത് മാത്രമല്ല, ക്ഷണം അങ്ങോട്ട് തിട്ടേണ്ട താമസമേ ഉള്ളൂ. ഓരോരുത്തരായിട്ട് രാജാക്കന്മാർ ഓരോരുത്തരായിട്ട് പുറപ്പെട്ടു തുടങ്ങി. വരുന്നു. ക്ഷണം എപ്പോഴേ കിട്ടിയിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ വരേണ്ടതാണ്. ക്ഷണം അങ്ങോട്ട് കിട്ടിയിട്ട് വരാൻ ചേട്ടാണ്. ഇതെന്തേ ഈ രാജാക്കന്മാരൊക്കെ അവിടെ പോയി നിൽക്കണമെന്ന് മനസ്സിലായില്ലേ? ക്ഷണം കിട്ടിയാൽ പിന്നെ വൈകരുതെന്ന് വെച്ചിട്ടാ. ക്ഷണം അങ്ങോട്ട് കിട്ടിയാൽ അപ്പം അങ്ങോട്ട് വന്നിരിക്കും. ക്ഷണം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. വാഹനത്തിൽ കയറിയിട്ടാണ് ഒരാൾ നിൽക്കുന്നത്. ഈ ക്ഷണം കിട്ടിക്കഴിഞ്ഞ് പിന്നെ വാഹനത്തിൽ കയറി പിന്നെ പുറപ്പെടാനുള്ള സമയം വൈകൂല. അത് വേണ്ട ചേട്ടാ, വാഹനത്തിൽ കയറി നിൽക്കുക. ക്ഷണം അങ്ങോട്ട് കിട്ടിയാൽ അപ്പം അങ്ങനെ പുറപ്പെടും. അങ്ങനെ രാജാക്കന്മാര് കണക്കാക്കിയിട്ടാണ് സകല ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട്. അത് പല രാജാക്കന്മാരും പല തരത്തിലാണ് പുറപ്പെട്ടുണ്ടായിരുന്നതേ. പലരും പല വാഹനങ്ങളിലും കയറിയിട്ടാണ്. ഒരു രാജാവിന്റെ വാഹനം പോലെ വേറൊരു രാജാവിന്റെ വാഹനം ഇല്ല. ഒരാള് കുതിരപ്പുറത്ത് കയറിയിട്ട് അതിന് മുപ്പത്തെട്ടാളുണ്ട്. കുതിരയാനൊന്നുമില്ല, വേറെന്തോ ചില വാഹനമാണ്. ഇതാണ് പക്ഷെ അധികം കാലം രാജാക്കന്മാരങ്ങല്ല കുതിരപ്പുറത്ത്. നല്ല കുതിര, വേഗത്തൂലോ കുതിരയാകുമ്പോൾ വേഗം എത്താൻ ശേഷം നല്ല കുതിര. അതിന്റെ പുറത്തങ്ങനെ കയറി വിളിച്ചോണ്ട് കുതിരപ്പുറത്ത് കയറി പുറപ്പെട്ടുള്ള രാജാക്കന്മാർ. എല്ലാവരും കുതിരപ്പുറത്ത് അങ്ങനെയല്ല കേട്ടോ. ചിലർ ആനപ്പുറത്ത് കയറിയിട്ടാ. അങ്ങനെയുണ്ടല്ലോ, ആനപ്പൊ കേമാവാൻ ആന വേണമെന്നാണ്. ഇപ്പൊ കിട്ടാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ട് ആനകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിണ്ടപ്പോ. എന്നാലും വേണ്ടില്ല, കേമാവണമെങ്കിൽ ആന തന്നെ വേണം. ആന ഉണ്ടായാൽ തന്നെ കേമാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നല്ല ആന, പൊക്കമുള്ള ആന, അതിന്റെ പുറത്ത് ജനപ്പെട്ട അലങ്കാരങ്ങളൊക്കെ കഴിച്ച് അതിന്റെ പുറത്ത് അങ്ങനെ കെറിഞ്ഞു കഴിഞ്ഞ് അങ്ങനെ പുറപ്പെട്ടിട്ടുള്ളതാണ്. ആനപ്പുറത്ത് കയറിയിട്ട് ചിലരതല്ല, ആന എന്തിനൊന്നുമില്ല, തേരിൽ കയറിയിട്ട്. ആദ്യത്തിന് തേര് തന്നെയാണ് നല്ലത്. നല്ല തേര് അതിന്റെ പുറത്ത് അങ്ങനെ കയറി അങ്ങനെ പുറപ്പെട്ടിട്ടുള്ളതാണ്. ഒരു വാഹനം ഇല്ലാണ്ട് വന്നേക്കുന്ന രാജാവാണ്. ഒന്നുമില്ലെങ്കിൽ രാജാവല്ലേ, ഒരു വാഹനത്തിലൊക്കെ വരാം, നടക്കുക സുഖന്നാ വെച്ചേക്കണേ. അങ്ങനെ വന്നിട്ടുള്ളതാണ്. പിന്നീട് ഇതൊന്നുമല്ല, ആനയല്ല, കുതിരയല്ല, തേരുമല്ല, ഒന്നുമല്ല. പിന്നോ പല്ലക്കിൽ കയറിയിട്ട് പല്ലക്കിൽ കയറിയിരുന്ന് വേറെ ഒരുത്തനെ കൊണ്ട് ചുമപ്പിച്ച് അങ്ങനെയുണ്ട് ചില ആളുകൾ.
എത്ര സൗകര്യം ഉണ്ടെങ്കിലും വേണ്ടില്ല, വേറെ ഒരുത്തരെ ബുദ്ധിമുട്ടിച്ചാലേ സമാധാനമുള്ളൂ. അവർക്കിപ്പോ ആനയും കുതിരയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, എന്നാലും വേണ്ടില്ല മറ്റവൻ ചുമക്കട്ടെ നിശ്ചയിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി ചുമക്കട്ടെ. അങ്ങനെ പല്ലക്ക് കയറിയിരുന്ന് പുറപ്പെട്ടുള്ള ആള്. അങ്ങനെ പലരും പലതരത്തിലാണ് പുറപ്പെട്ടേ. ഓരോരുത്തരും അവരവർക്ക് എങ്ങനെയാണോ സുഖം തോന്നുന്നത് അങ്ങനെ പുറപ്പെടുകയാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ മാത്രമല്ല, വേഷഭൂഷാദികൾ. രാജാക്കന്മാരുടെ ഒരു രാജാവിന്റെ വേഷം പോലെ വേറൊരു രാജാവിന്റെ വേഷമില്ല. വിശേഷമായിട്ടുള്ള വേഷ കണക്കാക്കുന്നതാണ്. എത്ര അകലെന്ന് നോക്കിയാലും കാണും വെള്ളയും വെള്ളയായിട്ട് അതിശയം. അങ്ങനെ തന്നെ വേണ്ടത്. വിവാഹത്തിനൊക്കെ വരുമ്പോ അങ്ങനെ തന്നെ വേണം വരാനായിട്ട്. ആ പാഞ്ചാലി തന്നെ ഇങ്ങോട്ട് കണ്ടാൽ പിന്നെ വേറെ ഇങ്ങോട്ടും കണ്ടു പോരുതെന്ന് നിശ്ചയിച്ചിട്ടാണ്. ആ രാജാവിന്റെ വസ്ത്രം അത്ര പോരാൻ തോന്നിയിട്ടുണ്ട്, അത് ഒന്ന് മാറ്റിയിട്ട് വരാൻ നിശ്ചയിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. അത് പോരേനും വിവാഹത്തിനാകുമ്പോൾ ആ വേഷം പോരാ, കുറച്ചും കൂടെ കേമായിട്ടുള്ള വേഷമാണ് വേണ്ടത്. ഒരു രാജാവിന്റെ വേഷം പോലെ വേറെ രാജാവിന്റെ വേഷം കാണില്ല. അയ്യോ, ഉത്സാഹമായിട്ട് മുമ്പിലൊക്കെ വന്ന് കൂടിയിട്ടുണ്ട്. വേഷം കുറച്ച് പെരുങ്ങലാക്കി പറയാണ്ട വയ്യ. നല്ലതില്ലാഞ്ഞിട്ടല്ല, അത് മതി എന്ന് വെച്ചിട്ടാണ്. വിവാഹത്തിനൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ നല്ല വേഷമായി കൂടെ ആവാം, കുറച്ചും കൂടെ നല്ലതാവാം. വേണമെങ്കിൽ ഒന്ന് മാറ്റി വരാനുള്ള സമയം ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു വേഷം, അങ്ങനെ അങ്ങനെ സൗന്ദര്യം എന്ന് വെച്ചാൽ ഇതൊന്നുമില്ല. ഇപ്പം അധികം കാണുന്നൊരു വേഷമാണത്. വേഷം തിരക്കണമെന്നില്ല, ഇപ്പം അധികം ഇങ്ങനെയുള്ള വേഷങ്ങളാണ് കാണുക പതിവ്. ഇതെങ്ങനെ ഇവിടെ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കണം? ഇങ്ങനെ ഇതൊന്നും ഇല്ലാണ്ട് അവിടെ നിന്നിട്ട് എന്നെ ചൂട് സഹിക്കണില്ല. കണ്ടാൽ എനിക്കാ ചൂടെടുക്കണത്. ഇത് കണ്ടാൽ ഉണ്ടായപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായി വന്നാന്ന് തോന്നുക. ഇതെങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറണയോ സംശയവും. മാത്രമല്ല ഇങ്ങനെയുള്ളതൊക്കെ ആദ്യം മേടിക്കുമ്പോൾ ഒരു തവണ ഒന്ന് നനച്ചാൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. പിന്നെ അത് കളയണം വരെ നനയ്ക്കില്ല. ഇവിടെ വരെ വരുന്നുണ്ട് അതിൻ്റെ ദുർഗന്ധി. ഓ, വേഷത്തിന് പന്തില്ലായൊന്നുമില്ല. യുവാക്കളുടെ ഒരു വേഷമാണ് ഇപ്പം അത്. അത് കുറച്ചുകൂടെ ഗ്രഹമായിട്ടുള്ളൊക്കെ ആകാം. വിവാഹത്തിനൊക്കെ വരുമ്പോൾ കറുപ്പ് ഇങ്ങനെ ധരിച്ചിട്ട് വന്ന അത്ര സുഖമല്ലാതെ കുറച്ചും കൂടെ നല്ലൊരു വേഷമാവുന്നതാണ്. അങ്ങനെ ആയാലും സൗന്ദര്യം അവരവർക്ക് എങ്ങനെയാണോ സൗന്ദര്യത്തിന് പാകെന്ന് തോന്നുന്നത് അങ്ങനെയുള്ള വേഷം ധരിച്ചു വരിക എന്നാ കണക്ക്. അങ്ങനെ രാജാക്കന്മാരെല്ലാവരും പലതരത്തിലുള്ള വേഷങ്ങൾ ധരിച്ച് പാഞ്ചാല രാജധാനിങ്കിൽ അങ്ങനെ വന്നല്ലോ. ആ സമയത്തിങ്ങൾ പാഞ്ചാല ഭൂപാലസുത, ആ സമയത്തിങ്ങൾ പാഞ്ചാല ഭൂപാലസുതനാകട്ടെ ആ പാഞ്ചാല മഹാരാജാവിന്റെ പുത്രനായിട്ടുള്ള ധൃഷ്ടദ്യുമ്നൻ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടായത് എന്നാണെങ്കിൽ അശേഷാൻമൃപതീൻ മഞ്ചേഷു സംവേശിതവാൻ, അശേഷന്മാരായിരിക്കുന്ന നൃപതിമാരെയും മഞ്ചങ്ങളിൽ സംവേശിതവനെ, ആ വന്നിരിക്കുന്ന രാജാക്കന്മാരെ മുഴുവൻ അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള മഞ്ചങ്ങളില് കൂട്ടിക്കൊണ്ടിരുത്തി ധൃഷ്ടദ്യുമ്നനാണ് സൽക്കരിക്കാനായിട്ട് പുറപ്പെട്ടുണ്ടായത്. അത് എന്തിനാത്? അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ സൽക്കരിക്കാനായിട്ട്? അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? ആണെങ്കിൽ ഉണ്ടാവായല്ല, ചിലപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോൾ ആളെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയല്ലോ, ചുമതല ഏൽപ്പിക്കുമ്പോൾ കേമായിട്ട് ആളെ ഏൽക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ആവശ്യത്തിന് സമയത്ത് നോക്കുമ്പോഴാവും എവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചുമതലക്കാരൻ. ഇത്ര നേരം അവിടെ ഉണ്ടായിരുന്നില്ല, ആവശ്യമുള്ള സമയത്ത് നോക്കിയപ്പോൾ കാണില്ല. എവിടെ പോയാവും ചുമതലക്കാരുടെ സമ്പ്രദായം. ആവശ്യമുള്ള സമയത്ത് നോക്കുമ്പോൾ കാണില്ല, ഇല്ലെങ്കിൽ എപ്പോഴും അവിടെ കാണും. അപ്പോ ഈ ധൃഷ്ടദ്യുമ്നനും അവിടെ രാജാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോഴാവും രാജാക്കന്മാരൊക്കെ അവിടെ നിൽക്കണല്ലോ. ഇത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ചുമതലയ്ക്ക് ഇത്ര ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. അപ്പൊ നോക്കുമ്പോ കാണൂല. എന്റെ സഹോദരിയുടെ വിവാഹല്ലേ, ഞാൻ തന്നെ പുറപ്പെട്ടുകളയാ എന്ന് നിശ്ചയിച്ച് പുറപ്പെട്ടതാവും ധൃഷ്ടദ്യുമ്നൻ. എന്നാണെങ്കിൽ അങ്ങനെയല്ല. പിന്നെയോ താതകീര സംചോദിത, താതകീര് കൊണ്ട് സംചോദിതനായിട്ട് അച്ഛന്റെ വാക്കനുസരിച്ചിട്ടാണ് ധൃഷ്ടദ്യുമ്നൻ പുറപ്പെട്ടുണ്ടായത്. ആ രാജാക്കന്മാരൊക്കെ അവിടെ വരിക കഴിഞ്ഞപ്പോ ആ പാഞ്ചാല മഹാരാജാവ് അവിടെ വന്നൊന്നും അങ്ങനെ നോക്കി എന്താ അവിടുത്തെ സമ്പ്രദായം അറിയാനായിട്ട് നോക്കിയപ്പോഴാണ് ഇതാണ് ഇവിടുത്തെ സമ്പ്രദായം അല്ലേ. രാജാക്കന്മാർ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങുന്നുള്ളൂ, കഴിയാറായി. എപ്പോഴാണ് വരുന്നത്? വന്നാലോ തന്നെ അവിടെ ഇങ്ങനെ മാറി നിൽക്കുക. ഞാൻ ഇടയ്ക്ക് നോക്കണ്ടേ, തുടങ്ങിയപ്പോൾ മുതലേ അവിടെ നിൽക്കണതാ. ഇതിനവിടെ ഇങ്ങനെ നിൽക്കണേ ഉള്ളൂ. ഇവിടെ സ്ഥലമുണ്ട്, സ്ഥലം ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ പിന്നെ വിരോധമില്ല.
ഇവിടെ സ്ഥലമുണ്ട്. ഇതെന്തിനാ ഈ രാജാക്കന്മാരെ അവിടെ മാറി നിൽക്കുന്നത്? അങ്ങനെ വരാം. രാജാക്കന്മാരാണല്ലോ, അപ്പൊ അവര് വെറുതെ ഇല്ല, കൂട്ടിക്കൊണ്ടുവരാൻ ആളുണ്ടാവും, ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവരണം. അതിനാരെയും കണ്ടിട്ടുണ്ടാവില്ല. അതിനിപ്പോ ആരാ പാകത്തിനൊരാള് വേണമെന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നന്നായി കണ്ടത്. നീ അങ്ങോട്ടൊന്ന് നോക്ക്, എന്റെ മുഖത്തേക്കല്ല അങ്ങോട്ട് നോക്കാൻ. കണ്ണടച്ചാൽ കാണാൻ പറ്റും. അങ്ങോട്ട് കണ്ണു തുറന്ന് നോക്ക്. എത്ര ആളാ അവിടെ വന്ന് നിൽക്കണം. അവരൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ട് വന്നേക്കണ ആളല്ലേ. അപ്പൊ അവരെയൊക്കെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടെന്ന് ഇരുത്തേണ്ട ചുമതല നമുക്കുണ്ട്. എണ്ണിക്കാൻ അങ്ങോടല്ല, ഹൃഷ്ടദ്യുമ്നോടെ പറഞ്ഞത്. ഈ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. എണ്ണീക്കാൻ അവിടുന്ന് സംശയിക്കണം. എന്തിനാ എണ്ണീക്ക്? അവിടെ ചെന്നിട്ട് അവരെയൊക്കെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടു ഇവിടെ കൊണ്ടിരുത്താൻ എണ്ണീക്ക് എന്ന് പറഞ്ഞ് താതാഗീരി കൊണ്ട് സംശോധനയുടെ അച്ഛന്റെ വാക്കനുസരിച്ചിട്ടാണ് ധൃഷ്ടദ്യുമ്നം പുറപ്പെടുക ഉണ്ടായത്. ഈ ധൃഷ്ടദ്യുമ്നം വിചാരിച്ചാൽ ഇവരെയൊക്കെ സൽക്കരിച്ച് കൂട്ടിക്കൊണ്ടിരുത്താനായിട്ട് തരാവോ? സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ലേ. ഓരോരുത്തരെയും ഓരോ തരത്തിലാണ് സൽക്കരിക്കേണ്ടത്. അപ്പോ അവരെയൊക്കെ കണ്ടറിഞ്ഞ് സൽക്കരിക്കാനുള്ള കഴിവ് ധൃഷ്ടദ്യുമ്നുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ അരോഗ്യവും. അവരവരെ കാണുമ്പോ അവരവർക്ക് ഭാഗത്തിന് സൽക്കരിച്ചില്ലെങ്കിൽ അവർക്ക് ഉണ്ടാവില്ല. ചിലരെ കാണുമ്പോ അങ്ങ് എന്താ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അവിടെ നിൽക്കേണ്ട ആളെങ്കിൽ എഴുന്നള്ളാം. അവിടെ നിൽക്കേണ്ട അങ്ങോട്ട് വന്നോളൂ. എഴുന്നള്ളാം. കേമായി ഇവിടെ അല്ല, ഇവിടെയാണ് ഞാൻ അങ്ങേക്ക് ഉദ്ദേശിച്ചത്. മുമ്പില് ഇവിടെ ഇരിക്കേണ്ട ആളങ്ങ് കേമായിട്ട് എഴുന്നള്ളിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ എല്ലാവരെയും അങ്ങനെ സൽക്കരിക്കുക അതിന്റെ ആവശ്യമില്ല. ചിലരെ കാണുമ്പോ ഒന്നുമില്ലേ, അത്രയുണ്ട്. കാണുന്ന ദിക്കിരി വെച്ചൊന്ന് സൽക്കരിക്കുക. ചിലര് അതും വേണ്ടാത്തവരുണ്ട്. അവരെ കാണുമ്പോ ഒന്ന് ചിരിക്കുക, ചിരിച്ച സന്തോഷമായി. ഇനി ഇതൊന്നുമല്ല വേണ്ടതെന്നുള്ള അഭിപ്രായക്കാരി അവരെ കാണുമ്പോൾ അടുത്തേക്ക് ഓടി അങ്ങോട്ട് ചെല്ലുക. ചെന്നിട്ട് ആ കൈ പിടിച്ച് വേദന എടുക്കാൻ പാകത്തിന് 4-5 തവണ ഇങ്ങോട്ട് കുറഞ്ഞാൽ സന്തോഷം. ഇത് പലരെയും പലതരത്തിലാണ് സൽക്കരിക്കുന്നത്. അത് മാത്രമല്ല ഈ രാജാക്കന്മാരെയാണ് സൽക്കരിക്കേണ്ടത്. രാജാക്കന്മാരെ സൽക്കരിക്കുമ്പോൾ അവർക്ക് സന്തോഷമാവണമെങ്കിൽ രാജാക്കന്മാരെ മാത്രം സൽക്കരിച്ചാൽ പോരാ. അവരുടെ കൂടെയുള്ള ആളുകളുണ്ട്, മന്ത്രിമാര്, സേവന്മാരെ തുടങ്ങിയിട്ടുള്ള ആളുകൾ. അത് തന്നെ ഈ മന്ത്രിമാരൊക്കെ എത്ര സൽക്കാരായാലും മതിയാവാത്ത ആളാണ്. മന്ത്രി ആവണത് വരെ ഒരാൾ തിരിഞ്ഞു നോക്കാത്ത ആളാവും. എന്നാലും വേണ്ടില്ല, മന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ സൽക്കാരം മതിയാവില്ല. അത് കൂട്ടിക്കൊണ്ട് ഇരുത്തുന്ന സ്ഥലമൊക്കെ ഒന്ന് മാറിപ്പോയാൽ പിന്നെ ഇരുത്തിയ ആള് പറഞ്ഞാലും മന്ത്രിമാരെ അവിടെ നിന്ന് മാറില്ല. രാജാക്കന്മാർ ഒരു സമയം ചിലപ്പോൾ മാറിയിരുന്നു എന്ന് വരും. പക്ഷെ മന്ത്രിമാര് എവിടെയെങ്കിലും ഒരു ദിക്കിൽ ഇരുത്തിയാൽ പിന്നെ ജീവിതാവസാനം വരെ അവിടെ നിന്ന് മാറണ്ടെന്ന് അവർക്ക്. അങ്ങനെയാണ് ഏതെങ്കിലും ഒരു മന്ത്രി മാറാൻ പറഞ്ഞിട്ടിരുന്ന ദിക്കിന്ന് മാറിയിട്ടുണ്ടോ? നേരത്തെ പറയും, ഇത്ര കാലം കഴിയുമ്പോൾ മാറി കൊടുക്കുന്നൊക്കെ പറയും. പറയലന്നെ ഉണ്ടാവുള്ളൂ, മാറലുണ്ടാവില്ല, സംശയമില്ല. അങ്ങനെ മന്ത്രിമാരുടെ സ്വഭാവം അതെ. അപ്പോ അതൊക്കെ വളരെ മനസ്സിലാക്കണം. കൂട്ടിക്കൊണ്ട് നിർത്തുമ്പോഴേ വളരെ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കഴിവ് ധൃഷ്ടദ്യുമ്നുണ്ടോ എന്നാണെങ്കിൽ കഴിവുണ്ടോന്നോ? ധൃഷ്ടദ്യുമ്നന്റെ അവസ്ഥ എങ്ങനെയാ? മഹാത്മാവാണ് അദ്ദേഹം. അവിടെ വന്നേക്കണ ആളെ അധികവും ധൃഷ്ടദ്യുമ്നെ അങ്ങോട്ട് ബഹുമാനിക്കേണ്ട ആളാണ്. അതില്ലേ തങ്ങൾ അങ്ങോട്ട് ബഹുമാനിക്കേണ്ട ആള് അവരെ സൽക്കരിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊക്കെ സന്തോഷമാവുമല്ലോ. ഇത് വരണ കാണുമ്പോ ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ വരണ കാണുമ്പോ തന്നെ എല്ലാവർക്കും സന്തോഷം. അങ്ങനെ സകല ആളുകളെയും സൽക്കരിച്ച് അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള മണ്ഡലങ്ങളില് കുട്ടിക്കൊണ്ട് ഇരുത്തിയിട്ടോ. അത്രയായപ്പോഴേക്കും ഈ പാഞ്ചാലിയുടെ സഖിമാര് പാഞ്ചാലിയെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ കഴിച്ചവിടെ നിർത്തിയിട്ടുണ്ട്. ഈ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞതോടുകൂടി എത്രയായി ഈ പാഞ്ചാലിയുടെ ഭംഗി എന്ന് കണക്കില്ല എന്ന് വേണം പറയാനായിട്ട്. അല്ലേ, വിവാഹത്തിന്റെ ഒരുക്കം എന്ന് പറഞ്ഞാൽ പല പ്രയോഗമുണ്ടത്. ചില വെച്ച് കെട്ടേണ്ട വെച്ച് കെട്ടുക, ഏച്ച് കെട്ടേണ്ട ഏച്ച് കെട്ടുക, ഇല്ലാത്തത് വരച്ചുണ്ടാക്കുക, ഉള്ളത് ഇല്ലാണ്ടാക്കുക, പല പ്രയോഗമുണ്ട്. അതൊക്കെ ഇപ്പൊ 6 മാസം മുമ്പൊക്കെ തുടങ്ങേണ്ടതാണ് കേൾക്കണേ വിവാഹത്തിന്റെ ഒരുക്കൽ. ആ ഒരുക്കങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് വിവാഹ മണ്ഡപത്തിൽ കൊണ്ടു നിർത്തി കാണുമ്പോഴാവും ഇതൊക്കെ എത്ര ഉണ്ടല്ലേ എന്ന് തോന്നുക. അത് കഴിഞ്ഞ് ആ വിവാഹമൊക്കെ കഴിഞ്ഞ് ഗൃഹത്തിൽ ചെന്ന് അതൊക്കെ അങ്ങോട്ട് മാറ്റി നോക്കുമ്പോഴാവും ശിവശിവ ശിവശിവ
അത്യാവശ്യം വേണ്ടത് പോലും ഉണ്ടാവില്ല. എന്തൊക്കെയാണ് അവരവരാലോചിച്ചോളാം, പറയാൻ പുറപ്പെട്ട അധികം. അങ്ങനെ വിവാഹത്തിന്റെ ഒരുക്കണേൻ്റെ ഒരു സമ്പ്രദായം തന്നെ അങ്ങനെയാ. അവിടെ പാഞ്ചാലി സ്വതേ തന്നെ സുന്ദരിയാണല്ലോ. വിവാഹത്തിന്റെ ഒരുക്കങ്ങളും കൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോ കുറേ കൂടിയായി ഈ സൗന്ദര്യം. അത് കഴിഞ്ഞു എന്ന് തന്നെയല്ല, ആ പാഞ്ചാലിയെ ഒരു മൂടുപടം കൊണ്ട് മൂടി ആ രംഗപ്രദേശത്തിങ്കിൽ അവിടെ കൊണ്ടുവന്ന് നിർത്തി ആ രാജാക്കന്മാരോട് ധൃഷ്ടദ്യുമ്നൻ ആ വിവാഹത്തിന്റെ നിശ്ചയം എന്ന് പറഞ്ഞു. അല്ലേ രാജാക്കന്മാര്, നിങ്ങൾ ആരാണോ എൻ്റെ ഈ സഹോദരിയെ വിവാഹം ചെയ്യാനായിട്ട് പുറപ്പെടുന്നത്, ആ പുറപ്പെടുന്ന ഒരാളുടെ ശക്തി കൊണ്ട് മാത്രം ഈ രംഗപ്രദേശത്തിങ്കിൽ ഇവിടെ വന്ന് ഇവിടെ ഇരിക്കണ ഈ വില്ല് എടുത്ത് കട നിരത്ത് കുത്തി തല പിടിച്ച് വളച്ച് ഞാണ് കൂട്ടി കെട്ടിയതിൻ്റെ ശേഷം ഇവിടെ 5 ശരങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കൂർത്തുമൂർത്ത അതിമൂർച്ചയോടുകൂടിയിരിക്കുന്ന 5 ശരങ്ങൾ. ഈ ശരങ്ങൾ പ്രയോഗിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലക്ഷ്യം മുറിച്ച് നിലത്തിടുന്നത് ആരാണോ അയൽക്കായിട്ടുള്ളതാണ് അതിസുന്ദരിയായിട്ടുള്ള എൻ്റെ ഈ സഹോദരി എന്ന് ഭംഗിയായിട്ട് അങ്ങോട്ട് പറഞ്ഞല്ലോ. അത് കേട്ട സമയത്ത് ഈ വന്നേക്കണ രാജാക്കന്മാരിൽ ചിലര്, എല്ലാവരും ഒന്നല്ല, ചില ആളുകൾ അവർക്കറിയാം അവർ വിചാരിച്ച ആ വില്ലെടുക്കാനോ ലാക്ക് ഛേദിക്കാനോ ഒന്നും പറ്റില്ല എന്ന് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഈ കന്യകയെ കിട്ടിയാൽ കൊള്ളാമെന്ന് നല്ല മോഹമുണ്ട്. അങ്ങനെ വന്നിട്ട് അവരെന്ത് കണക്കാക്കി, ഈ കന്യകയ്ക്ക് എന്തെങ്കിലും ചില അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ ആരും കൊണ്ടുപോകാണ്ട് വരും. ഞാൻ ഏതായാലും പോകാൻ നിൽക്കല്ലേ, വെറുതെ പോകണ്ട, ഈ കന്യക അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് കന്യകയെ കിട്ടിയാലായാലോ എന്ന് നിശ്ചയിച്ച് അവിടെ ഇരുന്നുകൊണ്ട് ഓരോരോ അപവാദം പറഞ്ഞുണ്ടാക്കിയിട്ട് വരും. എങ്ങടെ ഈ പോണത് ആ കന്യകയെ അവിടെ ഇങ്ങനെ മൂടിക്കൊണ്ടെന്ന് നിർത്തിയേക്കണ എന്തിനാ? കന്യകയെ മൂടിക്കൊണ്ടെന്ന് നിർത്തിയേക്കണ എന്തിനാണ്? കാണാൻ കൊള്ളില്ലാത്ത കന്യകയാവും, അല്ലെങ്കിൽ പിന്നെ മൂടിക്കൊണ്ടെന്ന് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അയാൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അതിസുന്ദരിയായിട്ടുള്ള കന്യകയാണെന്നല്ലേ അയാൾ പറഞ്ഞത്. അയാളുടെ ആരെയും കന്യക സഹോദരി, ഏതെങ്കിലും സഹോദരൻ പറയൂ എൻ്റെ സഹോദരി കാണാൻ കൊള്ളില്ലാത്തതാണെന്ന്. അയാൾക്കാണായിട്ട് ചിലവായിട്ട് ആവശ്യം. ഞാൻ ഈ കന്യകയെ കുറിച്ച് നേരത്തെ തന്നെ ചിലതൊക്കെ കേട്ടിട്ടുണ്ട്. താനെന്താ കേട്ടത്? വേറൊന്നുമല്ല, കന്യകയ്ക്ക് എന്താ മുടിയില്ല, ഒട്ടുമില്ല. കുറച്ചെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഒട്ടുള്ളൂ, സംശയിക്കേണ്ട. നല്ല കഷണ്ടി, അത്രയൊന്നും ഉണ്ടാവില്ല. അഴിച്ചിട്ടാ നിലത്ത് കിടക്കില്ല, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയല്ലാതെ അഴിച്ചിട്ടാ നിലത്തേ കിടക്കുള്ളൂ, വെച്ച് കിട്ടിയേക്കണതാ. ഞാൻ ഈ മുടിയുടെ കഥയൊന്നും കേട്ടിട്ടില്ലല്ലോ. പിന്നെ താനെന്താ കേട്ടെ? ഞാൻ കന്യകയ്ക്ക് കണ്ണിന് സാരം പന്തില്ല കണ്ടത്രേ. കണ്ണിനോ? എന്താ എന്നെ നോക്കുമ്പോ തന്നെ നോക്കാന്നോ തോന്നാ, കോങ്കണ്ണ. ഞാൻ കണ്ണിന്റെ മുടിയുടെ കഥയൊന്നും ഞാൻ കേട്ടില്ല. പിന്നെ താനെന്താ കേട്ടത്? കന്യക എപ്പോഴും ചിരിക്കുത്രേ. അത് നല്ലതല്ലേ, സുന്ദരിമാരായിട്ടുള്ള കന്യകമാര് ചിരിക്കണ കാണാൻ ഭംഗിയുള്ളതല്ലേ. ചിരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. പിന്നെ പല്ലകത്തേക്ക് ഇടാൻ പറ്റില്ല, കൊന്ത്രമല്ല. ഇങ്ങനെ ഓരോരോ അപവാദം പറഞ്ഞുണ്ടാക്കി തുടങ്ങി. അത് കേട്ടപ്പോ ദൃഷ്ടദ്യുമ്നനും ഏതായാലും വേണ്ട, ഈ മൂടി കൊണ്ടുവന്ന് നിർത്തിയേക്കൊണ്ടാണല്ലോ ഈ അപവാദം പറയാട്ടോ വരുന്നത്, അതിനിട എന്ന് നിശ്ചയിച്ച് ഈ മൂടുപടം കൈകൊണ്ട് എടുത്തങ്ങോട്ട് മാറ്റി. ഈ പാഞ്ചാലി അങ്ങോട്ട് കണ്ടതോടുകൂടി പാഞ്ചാലിയുടെ സൗന്ദര്യം അങ്ങോട്ട് കണ്ട് ഭ്രമിച്ചിട്ട് ഓരോരോ രാജാക്കന്മാർക്ക് പറ്റിയ അബദ്ധം പറയാൻ പുറപ്പെട്ടതില്ല. എന്താ ഒരു വിദ്വാൻ അയാള് കുറച്ച് മുറുക്കുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ സേവനെ ഒരുമിച്ച് കൊണ്ടുവന്നുണ്ട്. സേവനെ കൊണ്ട് വെറ്റില ചുണ്ണാമ്പൊക്കെ തേച്ച് അടക്കൊക്കെ കൂട്ടി വായിലിട്ട് ഈ പ്രയോഗ. ആ സമയത്താണ് ഈ പാഞ്ചാലിയുടെ മൂടുപടം എടുത്ത് മാറ്റിയത്. പാഞ്ചാലിയുടെ മൂടുപടം എടുത്ത് മാറ്റിയതോടുകൂടി ഇയാളുടെ കണ്ണ് പാഞ്ചാലിയുടെ മുഖത്തങ്ങോട്ട് ഉറച്ചു. അവിടെ നോക്കിക്കൊണ്ട് ഈ പ്രയോഗ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിദ്വാൻ വായിലുണ്ടായിരുന്ന അങ്ങോട്ട് വിളിച്ചു. നല്ല സുഖല്ലേ, കുപ്പിക്കളയേണ്ട സാധന അതെ. ചുണ്ണാമ്പ് അകത്ത് കിടന്ന സംഭ്രമം സഹിക്കുമോ? വേഗം സേവനം എടുത്ത് നിൽക്കണ്ടല്ലോ. അപ്പോൾ അവിടെ കാച്ചി കുറുക്കി പഞ്ചസാരയൊക്കെ ഇട്ട് പാല് കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാല് കുടിച്ചാൽ കുറച്ച് സംഭ്രമം കുറയൂലോ എന്ന് നിശ്ചയിച്ച് സേവനോട് പാല് തരാനായിട്ട് പാല് തരാൻ അവിടെ നിന്ന് കണ്ണെടുത്തിട്ട് സേവനെ നോക്കി പാല് വേണം എന്ന് പറഞ്ഞാൽ അത്രയും നേരം പാഞ്ചാലിയുടെ മുഖം കാണാൻ പറ്റില്ലല്ലോ എന്നല്ല വിചാരി. അതിനാ കൈകൊണ്ട് കാണിക്കണം. കണ്ടപ്പോൾ സേവൻ മുക്കാൻ കൊടുത്തിട്ട് കുറച്ച് നേരം ആയില്ലോ, തുപ്പാനാവും വിചാരിച്ച് വേഗം കോളാമ്പി എടുത്ത് കൈ കൊടുത്തു. കോളാമ്പി കൈ കിട്ടിയപ്പോൾ അപ്പോൾ ആ വിദ്വാനെ അവിടെ നിന്ന് കണ്ണെടുത്തിട്ട് കയ്യിൽ എന്താ കിട്ടിയേക്കണേ നോക്കാൻ തോന്നില്ല.
കോളാമ്പി കൈ കിട്ടിയപ്പോൾ ഒട്ടും തെറ്റില്ല, നേരെ വായിലേക്ക്. അത് ഏകദേശം നിറയാറായിട്ടുണ്ടായിരുന്നു. നല്ല ഭാഗമായില്ല. നേരത്തെ പോയ പോലെ അനവധിയ പുള്ളിലേക്ക് പോയേക്കണ്ടേ. അതൊന്നും സഹിക്കുമോ? എന്നാൽ അവിടെ പനിനീര് കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പനിനീര് മേത്തൊന്ന് കളിച്ചാൽ കുറച്ച് സംഭ്രമം കുറയുമല്ലോ എന്ന് നിശ്ചയിച്ച് സേവനോട് പനിനീര് തരാനായിട്ട് ആദ്യം അപ്പോഴേക്ക് അവിടെ നിന്ന് കണ്ടെടുത്തിട്ട് സേവനെ നോക്കിയിട്ട് പനിനീര് വേണമെന്ന് പറയാനായിട്ട് തോന്നില്ല. അത്ര നേരം പാചാരിയുടെ മുഖം കാണാൻ പറ്റില്ല എന്ന് അപ്പോഴും വിചാരി. കയ്യോണ്ട് വീട് കാണിക്കാൻ കണ്ടപ്പോൾ ഈ കോളാമ്പി എടുത്ത് കുടിക്കണ കണ്ടപ്പോഴാണ് സേവന് മനസ്സിലായത് നേരത്തെ ചോദിച്ചത് പാലാണെന്ന്. എന്നാൽ ഒട്ടും താമസിക്കേണ്ട ആവശ്യിച്ച് വേഗം പാലെടുത്ത് കൈ കൊടുത്തു. പാല് കൈ കിട്ടിയപ്പോൾ കണ്ണ് അവിടെ നിന്ന് എടുത്തില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. പാല് കിട്ടിയപ്പോൾ ഒട്ടും തെറ്റില്ല, നേരെ മേത്തേക്ക് പാലഭിഷേകമായിട്ട്. ഇതുവരെ പറ്റിയ അബദ്ധ. അങ്ങനെ ഒരാൾക്കൊരബദ്ധം പറ്റി, അത്രയല്ലോ. എന്നാണെങ്കിൽ വേറൊരാൾക്ക് പറയാൻ പുറപ്പെട്ടത് സാരില്ല എന്ന് വേണം പറയാൻ. എന്താ അയാള് ദേശം യുവാവായിട്ടുള്ള ഒരാളാണ്, കുറച്ച് യുവാവാണ്. അപ്പോൾ അയാളെ എന്ത് ധരിച്ചു? ഈ പാഞ്ചാലിയുടെ മൂടുപടം എടുത്ത് മാറ്റുമ്പോൾ പാഞ്ചാലി എല്ലാവരുടെ നേരെ നോക്കൂലോ, ആ കൂട്ടത്തിൽ എൻ്റെ നേരെ നോക്കൂ. അപ്പം ഞാനൊന്ന് ധരിച്ചിട്ടുണ്ട്. ആദ്യം കാണുമ്പോൾ ഉണ്ടാവുന്ന അഭിപ്രായം മനസ്സിൽ ഉറയ്ക്കാൻ കുറച്ച് എളുപ്പമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പാഞ്ചാലി ആദ്യം എന്നെ ഇങ്ങോട്ട് കാണുന്ന മാത്രമേ തന്നെ എൻ്റെ യോഗ്യത മുഴുവൻ പ്രകാശിപ്പിച്ച് വേണം ഇരിക്കാനായിട്ട് എന്ന് നിശ്ചയിച്ച് നോക്കിയപ്പോഴാണ് ഉടുത്തിരുന്ന വസ്ത്രമൊക്കെ ചുളിഞ്ഞ് പന്തില്ലാണ്ടായിരുന്നു. കുറേ നേരമായി അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഉടുത്തിരുന്ന വസ്ത്രം ചുളിഞ്ഞ് പന്തില്ലാണ്ടായി. എന്നൊരു കാര്യം ചെയ്യാം, ഈ പാഞ്ചാലിയുടെ മൂടുപടം എടുത്ത് മാറ്റുന്നതിന് മുമ്പ് ഇതൊന്നും നിവർത്തി വിട്ട് കളയാം എന്ന് നിശ്ചയിച്ച് വസ്ത്രം അഴിച്ച് തുറന്നങ്ങോട്ട് പിടിച്ചപ്പോഴാണ് പാഞ്ചാലിയുടെ മൂടുപടം എടുത്ത് അങ്ങോട്ട് മാറ്റിയത്. പാഞ്ചാലിയുടെ മൂടുപടം എടുത്ത് മാറ്റി ഈ പാഞ്ചാലിയുടെ മുഖം അങ്ങോട്ട് കണ്ടതോടുകൂടി ഈ വിദ്വാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ള ഓർമ്മയൊക്കെ ഇല്ലാണ്ടേ. പാഞ്ചാലി നോക്കുമ്പോൾ വസ്ത്രവും തുറന്നു പിടിച്ച് കേശാദിപാദം കാണാൻ പാകത്തിലുള്ള നിപ്പ. യോഗ്യത മുഴുവൻ പ്രകാശിപ്പിച്ചിട്ടുണ്ട്, ഒന്നും ബാക്കിയില്ല. ഇങ്ങനെ ഓരോരുത്തർക്കും അബദ്ധം പറ്റിയെന്ന് പറയാൻ പുറപ്പെട്ടാൽ തീരില്ല. അങ്ങനെ അവസാനം എന്തിനു പറഞ്ഞു? രാജാക്കന്മാർ ഓരോരുത്തരായിട്ട് വില്ലെടുക്കാനായിട്ട് പുറപ്പെട്ടു. പുറപ്പെട്ട ഒരാളെ കൊണ്ടും വില്ലെടുത്തിലാക്കി ശരിക്കാൻ പറ്റില്ല. പലരും പുറപ്പെട്ടു. കർണൻ, ജരാസന്ധൻ, ശല്യര്, ശിശുപാലൻ, പലരും പുറപ്പെട്ടുണ്ടായി കേവന്മാര്. ഒരാൾക്കും വില്ലെടുത്തിലാക്കി ശരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോൾ ഈ പാണ്ഡവന്മാര് അവിടെ വന്നിട്ടുണ്ട്. ബ്രാഹ്മണരുടെ വേഷമൊക്കെ ധരിച്ച് ബ്രാഹ്മണ സഭയിൽ അവിടെ വന്നിരിക്കണ്ടല്ലോ. അതിൽ അർജുനൻ, ചില ബ്രാഹ്മണരെ എല്ലാവരും കൂടെ വന്ന് അർജുനന്റെ അടുത്ത് വന്ന് അർജുനെ നിർബന്ധിച്ചു തുടങ്ങി വില്ലെടുക്കാനായിട്ട്. ഇവരിപ്പോ ഇത് അർജുനനാണെന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമില്ല, കണ്ടപ്പോ കൂട്ടത്തിന് കുറച്ച് കഴിവുള്ള ഒരാളാണെന്ന് തോന്നി. അപ്പൊ വേഗം അർജുനന്റെ അടുത്ത് വന്ന് നിർബന്ധിച്ചു തുടങ്ങി. ആ നിർബന്ധം കണ്ടപ്പോൾ അർജുനൻ വിചാരിച്ചു എന്നാൽ ഒന്ന് പുറപ്പെട്ടു കളയാം എന്ന് നിശ്ചയിച്ച് പുറപ്പെടുന്നതിന് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ സത്യഭാമയോട് കൂടി അവിടെ എഴുന്നള്ളിയിരിക്കണ്ടല്ലോ. ഭഗവാന്റെ നേരെ ഒന്ന് നോക്കിയപ്പോൾ ഭഗവാൻ അർജുന പുറപ്പെട്ടോ എന്നുള്ള ഛായയിൽ കണ്ണോണ്ട് ഒരു അനുവാദം കൊടുത്തു. എന്നാ പിന്നെ പുറപ്പെടേ എന്ന് നിശ്ചയിച്ച് അവിടെ നിന്ന് വില്ലെടുക്കാനായിട്ട് പുറപ്പെട്ടുല്ലോ. നേരെ ആ രംഗപ്രദേശത്തിൽ അവിടെ ചെന്നു. അവിടെ ചെന്ന് ആ വില്ലിനെ ഒന്നങ്ങോട്ട് പ്രദക്ഷിണം വെച്ചു കൊടുക്കുന്നു. പ്രദക്ഷിണം വെച്ചതിന് ശേഷം വില്ലിനെ അങ്ങോട്ട് നമസ്കരിച്ചു എന്ന് തന്നെയല്ല, ആ എഴുന്നേറ്റതിന് ശേഷം രണ്ട് കൈകൊണ്ടും വില്ല് കടന്നങ്ങോട്ട് എടുക്കുമല്ലോ. കടന്നെടുത്ത് ഒരു 4-5 തവണ എറിഞ്ഞങ്ങോട്ട് പിടിച്ചു. എന്താ വീരന്മാരുടെ ലക്ഷണം? ആയുധം കയ്യിൽ കിട്ടിയാൽ എറിഞ്ഞു പിടിക്കാനുള്ള വീരന്മാരുടെ ലക്ഷണമാണ്. അങ്ങനെ ഒരു 4-5 തവണ ഈ വില്ല് എറിഞ്ഞു പിടിച്ചതിന് ശേഷം അതിൻ്റെ കട നിലത്ത് കുത്തി തല പിടിച്ച് വളച്ച് ഞാൻ കൂട്ടി കെട്ടിയില്ലോ. അർജുനൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ കൂട്ടി കെട്ടിയതിന് ശേഷം ആ ലാക്കൊന്ന് നോക്കിയപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കിളിയുടെ രൂപ. അതിന് 5 ദ്വാരങ്ങളുണ്ട്. അത് കണ്ടപ്പോൾ മനസ്സിലായി ഈ 5 ശരങ്ങൾ ഒരുമിച്ച് പ്രയോഗിച്ചാലേ മുറിഞ്ഞ് നിലത്ത് വീഴുള്ളൂ. വേഗം ഈ 5 ശരങ്ങളും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് എടുത്തു പറഞ്ഞു. ഒരുമിച്ചെടുത്ത് ആ 5 ശരങ്ങളും ഞാനുമ്പോ തൊടുത്ത് ചെവി മുറുകെ വലിച്ചു പിടിച്ച് അവിടെ കിടന്നുല്ലോ. ആ കാഴ്ച സകല ആളുകളും കണ്ടിട്ടുണ്ടോ? അർജുനൻ ഈ ശരങ്ങള് ഞാനുമ്പോ തൊടുത്ത് ചെവി മുറുകെ വലിച്ചു പിടിച്ച് നിൽക്കുന്ന കാഴ്ച. പിന്നെ നോക്കുമ്പോ കാണുന്നത് ലാക്ക് മുറിഞ്ഞ് നിലത്ത് കിടക്കണതാ. എപ്പോഴാ അർജുനൻ പ്രയോഗിച്ചത്, എപ്പോഴാ അവിടെ കൊണ്ടത്, എപ്പോഴാ നിലത്ത് വീണത് ഒരാളും കണ്ടിട്ടില്ല. ക്ഷമ നേരം കൊണ്ട് കഴിഞ്ഞു. ഈ ലാക്ക് മുറിച്ച് നിലത്തിടുന്ന കണ്ടപ്പോ പാഞ്ചാലിയുടെ സഖിമാർക്കൊക്കെ വളരെ സന്തോഷമായില്ലോ. അവര് പാഞ്ചാലിയുടെ വിവാഹം നടക്കില്ല എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരുന്ന ആളാ. അപ്പോ ഈ അർജുനൻ ലാക്ക് മുറിക്കണ കണ്ടപ്പോ വളരെ സന്തോഷമായി അവർക്കൊക്കെ. അവരെല്ലാവരും കൂടെ പാഞ്ചാലിയെ അർജുനന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയ സമയത്തിൽ പാഞ്ചാലി തന്റെ കയ്യിലുള്ള വരണമാല്യം അർജുനന്റെ കഴുത്തിൽ അണിയിച്ച് അർജുനനെ വരനായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ആ അർജുനനും പാഞ്ചാലിയും
വിവാഹം ഇങ്ങനെ കഴിഞ്ഞ് ആ വിവാഹ മണ്ഡപത്തിങ്കിൽ നിൽക്കണ കാഴ്ച അങ്ങോട്ട് കണ്ട സമയത്തിങ്കിൽ ശത്രു രാജാക്കന്മാർക്ക് ഒഴിച്ച് സകല ഉള്ളക്കും വളരെ സന്തോഷമായി. ആ അർജുനനും പാഞ്ചാലിയും കൂടെ നിൽക്കണ കാണുമ്പോൾ അവർ തമ്മിലുള്ള ആകൃതി കൊണ്ടുള്ള ഒരു ഇണക്കയില്ലേ, അങ്ങനെ വേണേ. വധൂവരന്മാരാവുമ്പോൾ ആകൃതി കൊണ്ടൊരു ഇണക്കം ഉണ്ടാവണം. വേണ്ട മനസ്സിൻ്റെ ഇണക്കാണ് പ്രധാനം എന്നൊക്കെ പറയും. അവരുടെ കാര്യത്തിൽ അത് പരമാർത്ഥമാണ്. പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ ആകൃതി കൊണ്ട് ഇണക്കില്ലെങ്കിൽ അത് പരിഹാസത്തിന് കാരണവും അങ്ങനെ കാണാറുണ്ട് ചിലപ്പോഴും. ഭർത്താവ് നല്ല ചടച്ച് 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 ഷൂന്ന് രൂപന ൂതിയോട് പാട്ടു അത്ര ഉണ്ടാവുള്ളൂ. ഭാര്യ അങ്ങനെ വെല്ലങ്ങത്തില്ല കണ്ട അവിടെ കഴിക്കണം കൂടെ ഇങ്ങടാ പോണെന്നാ തോന്നുന്നു. ചിലപ്പോൾ അതല്ല, ഭർത്താവ് നല്ല പൊക്കത്തില് കോടിയൊക്കെ വെച്ച് നോക്കണം, തലാന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ടല്ലേ എന്ന് തോന്നണമെങ്കിൽ ഭാര്യ ഇങ്ങനെ ഉരുണ്ട് കിടക്കെടുക്കാം. ഇതിനൊന്നും കാണാൻ ഭംഗിയില്ല. അപ്പം അങ്ങനെ പറയരുത് എന്നൊക്കെയാ പറയുക. പക്ഷേ കാണുമ്പോൾ തോന്നുന്നത് പറയാണ്ടിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ അർജുനന് ഭാഗത്തിനൊരു വധു വേണമെങ്കിൽ പാഞ്ചാലി ആവണം, പാഞ്ചാലിക്ക് ഭാഗത്തിനൊരു വരം വേണമെങ്കിലോ അർജുനനാവുകയും വേണം. അതാ അവർ തമ്മിലുള്ള ആകൃതി കൊണ്ടുള്ള അടക്കം. അവരങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്, ഇവർ തമ്മിൽ തന്നെയാണ് വിവാഹം ചെയ്യേണ്ടത് എന്ന് സകല ആളുകൾക്കും തോന്നി. അങ്ങനെ വിചാരിച്ചു മാത്രമല്ല, ഭഗവാൻ ശ്രീകൃഷ്ണനാണെങ്കിലോ അദ്ദേഹത്തിനും ഇതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നിപ്പോ ഇവിടെ വരെ വന്നതേ. അല്ലെങ്കിൽ ഞാനിപ്പോ ഇങ്ങോട്ട് വരേണ്ട ആളല്ല, ഇതൊന്ന് ഭംഗിയാക്കാൻ തിരിച്ചു വന്ന ആളാ. ഇവിടെ വന്ന് ആ തുടങ്ങിയൊരു സമ്പ്രദായം കണ്ടപ്പോ നല്ല നേരെയാവുമെന്ന് വിചാരിച്ചില്ല. ഉള്ള കാര്യങ്ങൾ പറയാലോ. എന്നാലും വിചാരിച്ചതുപോലെ തന്നെ എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ ഭംഗിയായിട്ട് കഴിഞ്ഞല്ലോ എന്നുള്ള യഥാർത്ഥതയോടുകൂടി സകല ഭക്തജനങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമാസമേതനായിട്ട് ആ പാഞ്ചാല രാജധാനിയില് അവിടെ ഇങ്ങനെ വശാതം ചെയ്തുതാ ഇങ്ങനെ ഭക്തവത്സലനായിരിക്കുന്ന യാതൊരു ഭഗവാൻ ശ്രീകൃഷ്ണനോ കൃതാർത്ഥചിത്തനായിട്ട് സകല ഭക്തജനങ്ങളെയും അനുഗ്രഹിച്ചും കൊണ്ടായോടോർപ്പിച്ചത് പ്രകാരമില്ലാമിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ.